മാജിക് നോവലിലേക്ക് സ്വാഗതം. ഏട്ടത്തി പാർട്ട് 10. അച്ഛ. ഭാമ അച്ഛനെ നോക്കി. പിന്നെ മിഴികൾ തുടച്ച് അവൾ മുൻപോട്ട് നടന്നു. അച്ഛനെ ഞാൻ ധിക്കരിക്കുകയല്ല അച്ഛ. അവളുടെ മനസ്സ് മൂകം മന്ത്രിച്ചു. പക്ഷേ എനിക്ക് പോയേ പറ്റൂ. തെറ്റിലേക്കായാലും ശരിയായാലും എനിക്ക് പോയേ പറ്റൂ. 2 കുട്ടികളെയും കൊണ്ട് അചഞ്ചലമായ ചുവടുവെപ്പുകളോടെ നീങ്ങുന്ന ഭാമയ്ക്ക് പിന്നാലെ ഒരക്ഷരം മിണ്ടാതെ കാർത്തി ഇറങ്ങി. ജ്യോതിയും. ഇരുവരും കുട്ടികളെ വാങ്ങി. അവർക്കൊപ്പം ഇറങ്ങി സതിയും കൃഷ്ണമ്മയും രേവതിയും രാജേശ്വരിയും. ഭാസ്കര മാഷോ സരോജമോ അത് പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ഇരുവരും അവരെ തടഞ്ഞതുമില്ല. അംബുജാക്ഷൻ നേരെ പോയത് സ്റ്റേഷനിലേക്കാണ്. അവിടെ ചെന്നയാൾ ആദ്യം മധുവിനെ കണ്ടു. മുറിയുടെ മൂലയ്ക്ക് തലയും താഴ്ത്തി ചടഞ്ഞിരുന്ന മധു അംബുജാക്ഷനെ കണ്ടതോടെ അഴികൾക്കരികിലേക്ക് ഓടി വന്നു. അളിയ, എന്താടാ നീ ചെയ്തു വെച്ചതൊക്കെ? അംബുജാക്ഷൻ ചോദിച്ചുപോയി. നിനക്കെന്താ ഭ്രാന്തായിരുന്നോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലളിയ. പിന്നെ കൊച്ചൻ പറഞ്ഞതോ? ശുദ്ധ നുണ. അവൻ എന്തിനു നുണ പറയണം? മധു അസഹ്യതയോടെ സ്വയം തലക്കടിച്ചു. മധുവിനെ കണ്ടിട്ട് അംബുജാക്ഷൻ SI ജയറാമിന്റെ റൂമിലേക്ക് വന്നു. സാർ, എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം സാർ. അംബുജാക്ഷൻ ലീവ് ലെറ്റർ ടേബിളിന് പുറത്തേക്ക് വെച്ചു. ലീവ് തരാം, തൽക്കാലം താൻ ജീപ്പിലേക്ക് കയറ്, ജയറാം പറഞ്ഞു. എങ്ങോട്ടാണ് സാർ? താൻ തന്റെ ഭാര്യയും വീട്ടുകാരെയും എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? അവിടേക്ക്. അംബുജാക്ഷൻ ഞെട്ടിപ്പോയി. എന്താ, ശരിയല്ലേ? അയ്യോ സാർ. SI പറഞ്ഞു. താൻ വണ്ടിയിലോട്ട് കയറടോ. എതിർക്കാനോ രക്ഷപ്പെടാനോ ആ വഴിയില്ലായിരുന്നു അംബുജാക്ഷന്. SIയോടൊപ്പം അംബുജാക്ഷൻ വരാന്തയിലേക്ക് ഇറങ്ങുകയായിരുന്നു. പെട്ടെന്ന് മുമ്പോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കാനാവാതെ നിന്നുപോയി അംബുജാക്ഷൻ. അമ്പരപ്പോടെ ജയറാമും കാർത്തിയും പെൺമക്കളും മുറ്റത്ത് നിൽക്കുന്നു. മുമ്പിൽ ഭാമയും, കയ്യിൽ കുട്ടികൾ. ജയറാം അംബുജാക്ഷനെ ഒന്ന് നോക്കി. പിന്നെ മുറ്റത്ത് നിൽക്കുന്നവരെ. നമ്മുടെ ജോലി എത്ര എളുപ്പം. അങ്ങോട്ട് ചെല്ലും മുമ്പ് ഇങ്ങോട്ട് തേടി വന്നിരിക്കുന്നു. കൊള്ളാം, ജയറാം പറഞ്ഞു. കയറി വന്നോളൂ. അവർ വരാന്തയിലേക്ക് കയറി. മുമ്പേ കയറി വന്ന ഭാമയെ ചൂണ്ടി SI ചോദിച്ചു. ഇതാരാ? ഭാമ, മധുവിന്റെ ഭാര്യയാണ് സാർ, അംബുജാക്ഷൻ പറഞ്ഞു. ജയറാം ഭാമയെ അടിമുടി ഒന്ന് നോക്കി. എന്നിട്ട് ശബ്ദം താഴ്ത്തി അംബുജാക്ഷനോട് പറഞ്ഞു. ഒന്നാം തരം ഉരുപ്പടി. ഇത്തരം ഒന്നിനെ വീട്ടിൽ വെച്ചിട്ടാണല്ലോടോ തന്റെ അളിയൻ വേറെ തപ്പിപ്പോയത്. കയ്യിൽ പൊന്നിരിക്കുമ്പോ കാക്കപ്പൊന്ന് തപ്പിപ്പോയ അവന്റെ അടിനാഫിയ ചവിട്ടി പൊളിക്കണം. അതാണ് വേണ്ടത്. അംബുജാക്ഷൻ മറുപടി പറഞ്ഞില്ല. സർ, ഭാമ വിളിച്ചു ദീനതയോടെ. ജയറാം നോക്കി. എനിക്ക് മധുവേട്ടനെ ഒന്ന് കാണണം. കണ്ടോളൂ, ജയറാം സമ്മതിച്ചു. കുഞ്ഞുങ്ങളെ 2 പേരെയും കയ്യിലേന്തി ഭാമ ലോക്കപ്പിന് നേരെ നീങ്ങി. പിന്നാലെ ചെന്നാലൊരുങ്ങിയ കാർത്തിയെയും പെൺമക്കളെയും ജയറാം തടഞ്ഞു. അഴികളിൽ പിടിച്ച് വല്ലാത്തൊരു ഭയപ്പാടോടെ നിൽക്കുകയായിരുന്നു മധു. ഏട്ടാ, വിമ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാമ വിളിച്ചു. മധുവിന്റെ കണ്ണുകൾ ഒന്നും ഇഴിഞ്ഞു. ഉള്ളിൽ വല്ലാത്തൊരു സ്ഫോടനം. മുഖം വലിഞ്ഞു മുറുകി. അമർന്ന സ്വരത്തിൽ ചോദിച്ചു. നീ എന്തിനു വന്നു? മധുവേട്ടനെ എനിക്ക് ഭാമ പറയാനാഞ്ഞു. നീ മിണ്ടരുത്. എല്ലാറ്റിനും കാരണം നീയാണ്. ഒടുവിൽ നീ എന്നെ തള്ളി പറഞ്ഞ് ഇറങ്ങിപ്പോയി. പിന്നെന്തിനു വന്നു? കടന്നു പൊയ്ക്കോ. ഭാമ പൊട്ടിക്കരഞ്ഞുപോയി. കാർത്തിയെയും പെൺമക്കളെയും ജയറാം ഒന്ന് ശ്രദ്ധയോടെ നോക്കി. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ വന്നത്? ജയറാം പെട്ടെന്ന് ചോദിച്ചു. ഞങ്ങള് ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, അത് പറയാൻ വന്നതാ, കാർത്തി പറഞ്ഞു. ഓഹോ, സത്യം പറയാൻ വന്നതാണല്ലേ? അതെ സാർ. എല്ലാരും കൂടി ആ സൂസന്നയുടെ വീട്ടിൽ താമസം ഉറപ്പിച്ചത് തന്നെ അവളെ കൊല്ലാൻ പ്ലാൻ ചെയ്യാനായിരുന്നില്ലേ? അയ്യോ എന്റെ ഈശ്വര, കാർത്തി നിലവിളിച്ചു പോയി. അല്ല സാറേ, എന്റെ മോൻ വല്ലാത്ത മുൻചുണ്ടിക്കാരനാ. ഗുണദോഷിക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ല. സൂസന്നയുടെ പിടിയിന്ന് എന്റെ മോനെ തിരിച്ചെടുക്കാനായിട്ട് പ്ലാൻ ചെയ്താ ഞങ്ങൾ അവിടെ ചെന്നത്. അവള് വിടുവിടില്ലെന്ന് കണ്ടപ്പോൾ നിങ്ങൾ അങ്ങ് തട്ടി. ഇല്ല സാർ, ജ്യോതി പറഞ്ഞു. ഞങ്ങൾ പോരുമ്പോൾ സൂസന്ന ജീവനോടെ അകത്തുണ്ടായിരുന്നു. ഞങ്ങൾക്കെതിരെ അവര് വാതിൽ വലിച്ചടച്ചതാ, ജ്യോതി പറഞ്ഞു. നിങ്ങൾ എല്ലാരോടും ഒരുമിച്ചാണോ ഇറങ്ങിയത്? ഉവ്വ്. എങ്ങനെ പോന്നു? നടന്നോ അതോ വണ്ടിയിലോ? മധുവേട്ടൻ കവലയിൽ നിന്ന് 2 ഓട്ടോറിക്ഷ കൊണ്ടുവന്നു. അതിൽ കയറി പോന്നു. മധുവും ഓട്ടോറിക്ഷയിലായിരുന്നോ? അല്ല, സ്കൂട്ടറിൽ ഞങ്ങളുടെ കൂടെ പോന്നു. ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ? ഉവ്വ് സാർ. അംബുജാക്ഷ, ജയറാം വിളിച്ചു. സാർ, നമുക്ക് ആ ഓട്ടോറിക്ഷക്കാരെ ഒന്ന് പൊക്കിയാലോ? അംബുജാക്ഷന് ഒഴിയാനാവില്ലായിരുന്നു. കവലയിൽ നിന്നും സൂസന്ന കൊല്ലപ്പെട്ട ദിവസം വൈകുന്നേരം ഓട്ടത്തിന് വന്ന 2 ഓട്ടോറിക്ഷക്കാരെയും കണ്ടെത്താൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഞങ്ങളാണ് സാർ പോയത്. ഡ്രൈവർ ഓമനക്കുട്ടനും പ്രദീപും മുമ്പോട്ട് വന്നു.
കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരുന്നതിനാൽ ചോദ്യം ചെയ്യൽ എളുപ്പമായിരുന്നു. അയാള് തന്നെയാ സാറേ ഓട്ടം പോകണമെന്ന് പറഞ്ഞ് ഒരു സ്കൂട്ടറിൽ വന്ന് 2 ഓട്ടോറിക്ഷ വേണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങള് ചെന്നു. 2 ഓട്ടോറിക്ഷയിൽ പെണ്ണുങ്ങൾ കയറി, 2 കുഞ്ഞുങ്ങളും. അയാൾ ഓട്ടോറിക്ഷയിലല്ല, അയാളുടെ സ്കൂട്ടറിലാണ് പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ധൃതിയോ പരിഭ്രമമോ അവരിലുണ്ടായിരുന്നോ? ആ സ്ത്രീകളിലും അയാളിലും? ഇരുവരും ഓർക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്തായി ഒന്നും കണ്ടില്ല സാർ, അയാൾ പറഞ്ഞു. അയാൾ സ്കൂട്ടറിൽ നിങ്ങളോടൊപ്പം പോന്നോ? ജയറാം ചോദിച്ചു. ഇല്ല, ഓമനക്കുട്ടൻ ഓർമ്മിച്ചു. നിങ്ങൾ വിട്ടോളാൻ പറഞ്ഞു, ഞങ്ങൾ പോന്നു. അപ്പോൾ അയാൾ മുറ്റത്തുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയപ്പോൾ അയാളും ഒപ്പം എത്തിയിരുന്നു. ജയറാം അമർത്തി മോളിലൂടെ അംബുജാക്ഷനെ നോക്കി. അംബുജാക്ഷം വിയർത്തു. ജയറാം നേരെ വന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഇരുന്നും നിന്നും വിഷമിക്കുന്ന കാർത്തിയും മക്കളും ഒപ്പം ഭാമയും കുഞ്ഞുങ്ങളും. അവരെ മറികടന്ന് ജയറാം നേരെ ലോക്കപ്പിലേക്ക് കയറി. മധുവിനെ പിടിച്ച് പൊക്കി നിർത്തി. അന്ന് നീയും നിന്റെ അമ്മയും സഹോദരിമാരും ഒരുമിച്ച് പോന്നു എന്നല്ലേടാ നീ പറഞ്ഞത്? ജയറാം അത്യന്തം ഗൗരവത്തിലായി. അതെ, മധുവിക്കി. എന്നിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അങ്ങനെയല്ലല്ലോടാ പറഞ്ഞത്? മധുവിന്റെ ശരീരം ഒന്ന് വിറച്ചു. ജയറാം ആ വിറയൽ തന്റെ കൈകളിൽ അറിഞ്ഞു. പറയടാ, നീ പിന്നെ അല്ലേടാ പോന്നത്? അത് സത്യം പറയടാ. ജയറാമിന്റെ ഉരുക്കുമുഷ്ടി മധുവിന്റെ താടിയെല്ലിൽ ആഞ്ഞൊന്ന് പതിച്ചു. അയാളുടെ നാക്ക് മുറിഞ്ഞ് ചോര കടവായിലൂടെ വന്നു. അതെ, മധു ഞരങ്ങി. നീ വീടിനുള്ളിലേക്ക് പിന്നെയും കയറി അല്ലേടാ? അതെ. എന്തിന്? അത് മധുവിന്റെ ശരീരം ഇത്തവണ പൂക്കുല പോലെ വിറഞ്ഞു തുള്ളി. പറയടാ. ജയറാമിന്റെ കൈവിരലുകൾ മധുവിന്റെ ഇരു കവിളത്തും ആഞ്ഞമർന്നു. അമ്മയും പെങ്ങന്മാരെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടിട്ട് നീ എന്തിനു വീണ്ടും വീടിനുള്ളിലേക്ക് കയറിപ്പോയി? എനിക്ക് സൂസനെ ഒന്നുകൂടെ കാണണമായിരുന്നു, മധു വിമ്മിട്ടത്തോടെ പറഞ്ഞു. എന്താടാ, നിനക്കവളെ കണ്ടു മതിയായില്ലായിരുന്നോടാ? എനിക്ക് ചിലത് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താടാ ഇത്ര സംസാരിക്കാൻ? ജയറാം കൈയെടുത്തു. മധു ശ്വാസം കഴിച്ചു. ചുണ്ടിലൂടെ ഒഴുകി വന്ന ചോര കൈ കൊണ്ട് തുടച്ചു കളഞ്ഞ് മധു ജയറാമിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ കാരണം അവളുടെ അമ്മ മരിച്ചു. അവളുടെ മകൻ പിണങ്ങിപ്പോയി. ഒറ്റയ്ക്കായപ്പോൾ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇനി ഞാൻ വിട്ടുപോയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവൾ മകനെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അതൊന്ന് ചോദിക്കാതെ പോകാനാവില്ലായിരുന്നു എനിക്ക്. ഓഹോ, അപ്പോൾ അതാണ് സംഗതി. ചോദിക്കാൻ കയറി ചെന്നിട്ട് അവളെ അങ്ങ് തട്ടി ഇറങ്ങിയിട്ടും പോരുന്നു. സർ, മധു കൈകൂപ്പി. സംസാരിക്കാൻ ചെന്ന എന്നോട് അവൾ ധിക്കാരം പറഞ്ഞു. ഞാനപ്പോൾ അവളുടെ കരണത്തടിച്ചു. അതിലപ്പുറം ഒന്നും നടന്നില്ല സാർ. കരണത്തടിച്ചാൽ ഒരാളുടെ കഴുത്ത് മുറിയുമോടാ? സാർ, ഞാനല്ല. ജയറാം മധുവിന്റെ നേരെ ചുളിഞ്ഞ നെറ്റിയോട് നോക്കി. ഞാൻ കണ്ടതാണ് സാർ. എന്ത്? ഞാൻ ഇറങ്ങി സ്കൂട്ടറിൽ കയറുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ആ ജിമ്മി അവിടെ വന്ന് ഇറങ്ങുന്നതും അകത്തേക്ക് പോകുന്നതും ഞാൻ കണ്ടതാണ് സാർ. ജിമ്മി വന്നിരിക്കും, അകത്തേക്ക് പോയിരിക്കും. പക്ഷേ നീ കൊന്നതിന് ശേഷമല്ലേ അത്? അയ്യോ അല്ല സാർ. മധു ആകെ പരവശനായി. ഇനി എങ്ങനെയാണ് സത്യം ബോധ്യപ്പെടുത്തുക? അയാൾ തളർന്നു ലോക്കപ്പിന്റെ മൂലയിലേക്ക് കുത്തിയിരുന്നു. ജയറാം പുറത്തേക്ക് വന്നു. അംബുജാക്ഷൻ ആകെ പരവശനായി നിൽക്കുകയാണ്. ജയറാം അയാളെ ഒന്ന് നോക്കി. പിന്നെ അയാൾക്കപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെയും. മധുവിന്റെ ഭാര്യ, കുട്ടികൾ, അമ്മ, സഹോദരിമാർ. ആ ഓട്ടോറിക്ഷക്കാര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ സ്ത്രീകൾക്കിതിൽ പങ്കില്ല. ഇവരെ വിട്ടേക്കാം, ജയറാം പറഞ്ഞു. അംബുജാക്ഷൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. എന്നിട്ട് അവർ കരിയിലേക്ക് നീങ്ങി. പോകാം, ഇറങ്ങിക്കോ. കാർത്തിക്ക് സന്തോഷമായി. എല്ലാരും ആശ്വാസത്തോടെ മുഖാമുഖം നോക്കി. അംബുജാക്ഷൻ മുറ്റത്തേക്കിറങ്ങി. വരൂ. അതോടെ കാർത്തിയുടെ മുഖം മങ്ങി. ആശങ്കയോടെ അവർ അകത്തേക്ക് ലോക്കപ്പിന് നേരെ നോക്കി. എന്റെ മോൻ. അവനെ ഇപ്പോൾ വിടില്ലമ്മേ, മനസ്സിലായില്ലേ? ചാർജ് കൊല കുറ്റമാ. അയ്യോ, എന്റെ മോനില്ലാതെ ഞാൻ വരില്ല. എനിക്ക് എങ്ങോട്ടും പോകണ്ട. ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്റെ മോൻ ഉള്ളിടത്ത് ഞാൻ കഴിഞ്ഞോളാം. കാർത്തി വലിയ വായിൽ നിലവിളിയായി. അതോടെ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. അമ്മേ, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ ഇത്തരം നാടകമൊന്നും പറ്റില്ല. അംബുജാക്ഷൻ ഗൗരവത്തിലായി. ഇത്രയൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നെ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. എനിക്ക് വയ്യടാ എന്റെ കുഞ്ഞിനെ വിട്ടേച്ചു പോകാൻ. കാർത്തി മൂക്ക് വിഴിഞ്ഞു. അവൻ കണ്ട പെണ്ണിന്റെ വീട്ടിൽ താമസിച്ചപ്പോഴും കൂടെ പോയതാ ഞാൻ. അതെ, അതാണല്ലോ എല്ലാറ്റിന്റെ തുടക്കം, അംബുജാക്ഷൻ പരിഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. വീട്ടിലേക്ക് പൊയ്ക്കോളൂ. മധുവിനെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്. തെളിവെടുപ്പ് നടത്താനുണ്ട്. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കും.
അവിടെ നിന്ന് അവനെ നമുക്ക് ജാമ്യത്തിലിറക്കാം. അത്രേ ഉള്ളൂ ഇനി വഴി. നമുക്ക് പോകാം. ഭാമ കാർത്തിയെ തന്നോട് ചേർത്ത് പിടിച്ചു. മോളെ, എന്റെ മോൻ. കാർത്തി ഭാമയുടെ ചുമലിലേക്ക് മുഖമണച്ചു. മധുവേട്ടനെ നമുക്ക് രക്ഷിക്കാം അമ്മേ, ഭാമ പറഞ്ഞു. എങ്ങനെയാ മോളെ? കാർത്തി പ്രത്യാശയോടെ നോക്കി. വഴി ഉണ്ടാക്കാം അമ്മേ, ഞാനല്ലേ പറയുന്നത്, ഭാമ ഉറപ്പു കൊടുത്തു. കാർത്തി അംബുജാക്ഷനോടൊപ്പം ഇറങ്ങി. എങ്കിലും ദീനതയോടെ അവർ പോലീസ് സ്റ്റേഷന് നേരെ നോക്കി. അതിനുള്ളിൽ അവരുടെ മകനുണ്ട്. അവൻ വല്ലതും കഴിച്ചോ? നെയ്യും കൂട്ടി ഉരുള ഉരുട്ടിക്കൊടുത്ത് വളർത്തിയ മകനാണ്. ഇപ്പോഴവന് വെറും ചോറെങ്കിലും കിട്ടുന്നുണ്ടോ? കിടക്കാൻ ഒരു പായെങ്കിലും ഉണ്ടോ? പിഞ്ഞി പറയുന്ന മനസ്സോടെ കാർത്തി അവിടെ നിന്നിറങ്ങി. കൂടെ പെൺമക്കളും. ഒരു കൈയിൽ നീനുവിനെ ഒതുക്കി പിടിച്ചുകൊണ്ട് ഭാമ കാർത്തിയെ താങ്ങി. ജ്യോതിയുടെ കയ്യിലായിരുന്നു അനു. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി. പ്രാഞ്ചി പ്രാഞ്ചി നടക്കുന്ന കാർത്തി വീഴുമെന്ന് തന്നെ തോന്നിപ്പോയി. മകനെ വിട്ടുപോകാനല്ല, കൂടെ ലോക്കപ്പിൽ കഴിയാനാണ് അവർക്ക് താല്പര്യം. അംബുജാക്ഷൻ അവരെ ചെറിയടത്തെത്തിച്ചു. വിവരങ്ങളെല്ലാം അറിഞ്ഞ് അയൽക്കാരും നാട്ടുകാരും അവരെ പൊതിഞ്ഞു. മധുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്ന ചിലർ മധു തന്നെയാണ് അത് ചെയ്തതെന്ന് തർക്കിച്ചു. ചിലർ അല്ലെന്നും. അംബുജാക്ഷൻ പോകാനിറങ്ങുമ്പോൾ കൃഷ്ണമ്മ നിലവിളിയോടെ കാലിൽ വീണു. ഏട്ടാ, എനിക്ക് എന്റെ മക്കളെ കാണണം, ഞാനും വരുന്നു. അംബുജാക്ഷന്റെ മനസ്സലിഞ്ഞു. ഭാര്യയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അയാൾ പറഞ്ഞു, തൽക്കാലം നീ ഇവർക്കൊരു ആശ്വാസമായിട്ട് നിൽക്ക്. 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. എനിക്ക് ഇത്തിരി പണി വേറെയുണ്ട്. കൃഷ്ണമ്മയ്ക്ക് ആശ്വാസമായി. അംബുജാക്ഷ, രാജേശ്വരി വിളിച്ചു. അയാൾ നോക്കി. രാജേട്ടനോടും ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണേ. അവരാരും അറിഞ്ഞിട്ടില്ലെന്നാണോ ചേച്ചിയുടെ ധാരണ? അംബുജാക്ഷൻ പറഞ്ഞു. എല്ലാവരും അറിഞ്ഞു കാര്യങ്ങൾ. എന്നെ വിളിക്കുകയും ചെയ്തു. എന്നിട്ട്? കൊലപാതകികളെ അവർക്ക് വേണ്ടാന്നു. അയ്യോ, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. രേവതി പറഞ്ഞു. ഞാൻ പോവാ, എനിക്കെന്റെ മോനെ കാണണം. സതി കരയാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ ചെയ്യേ എന്ന മട്ടിൽ അംബുജാക്ഷൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഭാമ പിന്നാലെ ചെന്നു. കോടതിയിൽ നിന്ന് മധുവേട്ടന് ജാമ്യത്തിൽ ഇറക്കണ്ടേ ചേട്ടാ? അവൾ ചോദിച്ചു. വേണമല്ലോ, അംബുജാക്ഷൻ പറഞ്ഞു. അവൻ കള്ളനായാലും കൊലപാതകയായാലും എന്റെ അളിയനല്ലേ, ഞാൻ അങ്ങേയറ്റം ശ്രമിക്കാം. നിങ്ങളിലാവത് നിങ്ങളും ചെയ്യ്. അംബുജാക്ഷൻ പോയി. ഭാമ തിരികെ വീട്ടിലേക്ക് കയറി. ജാമ്യം കിട്ടുമോ അവന്? രേവതിക്ക് സംശയമായി. കൊലക്കുറ്റമല്ലേ തലയില്? അതിന് അവൻ ആരെയും കൊന്നിട്ടില്ലല്ലോ, രാജേശ്വരി ചോദിച്ചു. പക്ഷേ തെളിവ് മധുവേട്ടനെതിരാണ്, ജ്യോതി പറഞ്ഞു. ഓട്ടോയിൽ നമ്മളെ പറഞ്ഞു വിട്ടിട്ട് മധുവേട്ടൻ അകത്ത് പോയതാ പ്രശ്നമായത്. പോയെന്ന് വെച്ച് എന്താടി? മധുവേട്ടനല്ലേ ആള്. അവരിറക്കി വിട്ടതിന്റെ കലിപ്പും. 1ഉം 2ഉം പറഞ്ഞ് തെറ്റിയിട്ടെങ്ങാനും. പോടി അധിക പ്രസംഗി, പേടിപ്പിക്കാതെ. കാർത്തി ജ്യോതിയുടെ ചുമലിൽ ഒരു അടി കൊടുത്തു. അകത്ത് കിടന്ന് ആളെ കത്തുമ്പോഴാ അവള് ഉലയൂതാൻ വരണത്. ഇത്തിരി ദേഷ്യക്കാരനാണവൻ എന്ന് കരുതി ഒരാളെ അങ്ങ് കൊല്ലുകൂടിയവൻ. ജ്യോതി പരിങ്ങി. എന്നാ നീ മിണ്ടാതിരിക്കെ. സതിയും ജ്യോതിയെ ശാസിച്ചു. അവൾ വായടച്ചു. എല്ലാവരിലും പതുക്കെ ആ സംശയം തലപൊക്കി. ഇനി അവൻ തന്നെയാണോ അത് ചെയ്തത്? മുൻകോപക്കാരനും ദുശാട്ടിക്കാരനുമാണ്. പെട്ടെന്ന് ദേഷ്യം വന്നിട്ടെങ്ങാണോ? കാർത്തിയുടെ മുഖം വെള്ള കടലാസ് പോലെയായി. ഭയന്ന് വിറച്ചിട്ട് അവർ ചുറ്റുപാട് നോക്കി. അവർക്ക് തല കറങ്ങി. ഭാമ അകത്ത് കയറി മുറിയിലെത്തി. ഷെൽഫ് തുറന്നു. അതിൽ നിന്ന് തന്റെ ആഭരണങ്ങൾ മുഴുവൻ എടുത്തു. വിവാഹ ദിനത്തിൽ തനിക്ക് അണിയാൻ അച്ഛൻ തീർപ്പിച്ചു തന്നത്. അച്ഛന്റെ പെൻഷൻ പണമാണ് കുറച്ച്, ബാക്കി ലോണും. ലോൺ ഇപ്പോഴും തീർന്നിട്ടില്ല. ആ ലോൺ അടയ്ക്കാൻ അച്ഛൻ ഇപ്പോഴും ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുന്നു. ആ അച്ഛനെ ധിക്കരിച്ചാണ് താൻ ഇറങ്ങിയത്. ഭാമയ്ക്ക് മിഴികൾ തുളുമ്പി. ആഭരണങ്ങളിലേക്ക് തീർത്ഥം പോലെ 2 തുള്ളി വീണു. ഭാമ ആഭരണങ്ങളുമായി കാർത്തിക് അരിയിലേക്ക് വന്നു. അതവൾ കാർത്തിയുടെ മുമ്പിൽ വെച്ചു. ഏതാണ്ട് 40 പവനുണ്ട്. ജ്യോതിയുടെ വിവാഹ ആവശ്യത്തിനായി എടുക്കാമെന്ന് കരുതി വെച്ചിരുന്നതാണ്. ഇത് വിൽക്കാമമ്മേ, ഭാമ പറഞ്ഞു. എന്നിട്ട് മധുവേട്ടന് ജാമ്യത്തിലിറക്കാം. പിന്നെ കേസ് വരുമ്പോൾ അക്കാര്യം നോക്കാം. കാർത്തി വിമ്മിപ്പൊട്ടി. കല്യാണം നടന്ന കാലം മുതൽ അവരുടെ കഴുത്തിൽ ധരിച്ചിരുന്ന 3 പവന്റെ ചെത്തു ചെയിനുണ്ട്. കയ്യിൽ 1 പവന്റെ വള, കാതിൽ 3/4 പവന്റെ കമ്മലും. അവരുടെ സ്വർണവും സമ്പാദ്യവും ഒക്കെ 4 പെൺമക്കളെ കെട്ടിച്ചയച്ചപ്പോൾ അവസാനിച്ചിരുന്നു. എങ്കിലും തന്റെ ശരീരത്തിലുണ്ടായിരുന്നവ കാർത്തി ഊരി. ജ്യോതിയും തനിക്കുള്ള ആഭരണങ്ങൾ അഴിച്ചു വെച്ചു. എല്ലാം കൂടി ഇപ്പോ 50ഓളം പവനുണ്ട്. രാജേശ്വരിക്കും സതിക്കും ഒക്കെ തോന്നി തങ്ങളുടെ ആഭരണങ്ങൾ എടുക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ തന്നെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഭർത്താക്കന്മാർ ആഭരണം കൊടുത്തു എന്നുകൂടി അറിഞ്ഞാലോ? അവർ ആകെ വിഷമിച്ചു. തൽക്കാലം ഇത് മതിയാവും ചേച്ചി, ഭാമ പറഞ്ഞു.
പോരാത്തതിന് ആൾ ജാമ്യവും. ഇനി കേസിന്റെ സമയം വരുമ്പോഴാണ് പണം ഏറെ വേണ്ടത്. ഭാമ അംബുജാക്ഷന് ഫോൺ ചെയ്തു പറഞ്ഞു. കുറേ സ്വർണമുണ്ട് ചേട്ടാ, അത് വിറ്റ് പണമാക്കാം. ഒരു നല്ല അഡ്വക്കേറ്റിനെ ഏർപ്പാട് ചെയ്ത് കിട്ടിയാൽ. ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു ഭാമേ. അഡ്വക്കേറ്റ് ശിവരാജ് മിടുക്കനാണ്. ജാമ്യത്തിനുള്ള പണത്തിന് വഴി തിരയുകയായിരുന്നു. ഏതായാലും സ്വർണം ഉണ്ടല്ലോ, ഇനി സാരമില്ല, ഞാൻ നോക്കിക്കോളാം. മധുവേട്ടൻ ഇന്ന് തെളിവെടുപ്പിനായി സൂസനയുടെ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് നാളെ കോടതിയിൽ ഹാജരാക്കും. ഭാമ വീട്ടിൽ വന്ന് വിവരങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും സമാധാനമായി. പിറ്റേന്ന് ചെറിയിടത്തേക്കുള്ള എല്ലാവരും കോടതിയിലെത്തി. കോടതി കൂടുന്ന സമയമായി. പോലീസ് ജീപ്പിൽ മധുവിനെ കൊണ്ടുവന്നു. SI ജയറാമും അംബുജാക്ഷനും കൂടെ ഉണ്ടായിരുന്നു. ഭാമയും കാർത്തി ഓടിച്ചെന്നു. ആരെയും നോക്കാതെ ഇടവലം തിരിയാതെ മധു കോടതിക്കുള്ളിലേക്ക് കയറി. അഡ്വക്കേറ്റ് ശിവരാജ് മധുവിനെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി വിവരിച്ചു. സൂസന്നയോട് മധുവിന് പ്രത്യേകിച്ച് യാതൊരു ശത്രുതയുണ്ടായിരുന്നില്ല. മധു ഇത്തിരി ദേഷ്യക്കാരനാണെന്നതിനപ്പുറം ഇന്നോളം ആരോടും വഴക്കുണ്ടാക്കുകയോ തല്ലുണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, മധുവാണത് ചെയ്തതെങ്കിൽ ആ സമയത്ത് തന്നെ സൂസന്നയുടെ മകൻ നിലവിളിക്കേണ്ടതാണ്. കാരണം അവൻ ദൃക്സാക്ഷിയാണ്. മധു കൊന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അവിടെ ചെന്ന് ജിമ്മി അത് വെളിപ്പെടുത്തേണ്ടതാണ്. രണ്ടുമില്ല. അങ്ങനെ മധുവിനെല്ലാം അനുകൂലമായി വരത്തക്ക വിധം പോയിന്റ് ഔട്ട് ചെയ്ത് അഡ്വക്കേറ്റ് ശിവരാജ് മധുവിന്റെ ജാമ്യത്തിനു വേണ്ടി വാദിച്ചു. ജഡ്ജി മേഘനാഥ മേനോൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മധുവിനെ ഒന്ന് നോക്കി. നിശ്ചലമായൊരു നിൽപ്പ്. ശ്വാസം കഴിക്കുന്നുണ്ടോ എന്ന് സംശയം. മിഴികൾക്ക് പോലും ചലനമില്ല. നിങ്ങൾ എന്തു പറയുന്നു? സൂസന്ന എന്ന സ്ത്രീ കൊല്ലപ്പെട്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ജഡ്ജി ചോദിച്ചു. മധു തലയാട്ടി. സമ്മതമെന്നോ വിസമ്മതമെന്നോ പറയാനാവാത്ത തലയാട്ടൽ. തലയാട്ടിയാൽ പോരാ, കോടതിയോട് സംസാരിക്കൂ. നിങ്ങൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ ഇല്ലയോ? അഡ്വക്കേറ്റ് ശിവരാജ് മധുവിന്റെ അരികിലേക്ക് നീങ്ങി നിന്നു. മധു വീണ്ടും തലയാട്ടി. പഴയപടി തന്നെ. മേഘനാഥ മേനോൻ നെറ്റിയൊന്ന് ചുളിച്ചു. അഡ്വക്കേറ്റ് ശിവരാജും SI ജയറാമും അംബുജാക്ഷനും അമ്പരന്നു. ഭാമ ആന്തലോടെ നോക്കി. കയ്യിലിരുന്ന നീനുവിനെ അവൾ ഇറുകെ പിടിച്ചു. ജ്യോതി കാർത്തിയുടെ തോളിലൊന്ന് അമർത്തി പിടിച്ചു. രാജേശ്വരിയും രേവതിയും അമ്പരന്നു. എന്താണവ മിണ്ടാത്തത്? കൃഷ്ണമ്മ സതിയോട് ചോദിച്ചു. എല്ലാ മനസ്സുകളിലെ ചോദ്യവും അതുതന്നെയായിരുന്നു. അഡ്വക്കേറ്റ് ശിവരാജ് പ്രതിക്കൂട്ടിനോട് അടുത്തു നിന്നു. എന്നിട്ട് ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു. കോടതി ഭാഷ ഈ തലയാട്ടലല്ല മധു. ബഹുമാനപ്പെട്ട കോടതിയോട് താൻ തുറന്നു പറയൂ. സൂസന്നയുടെ മരണവുമായി തനിക്ക് നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടോ? ഇമയനക്കാതെ നിശ്ചലാവസ്ഥയിൽ നിന്ന അതേ നിലയിൽ മധു വീണ്ടും തലയാട്ടി. പഴയപടി. ജഡ്ജി മേഘനാഥ മേനോന്റെ മുഖത്ത് സഹതാപത്തിന്റെ ഒരു കൂഞ്ഞലയുണ്ടായി. അഡ്വക്കേറ്റ് ശിവരാജ് അർത്ഥവത്തായ ജയറാമിനെയും അംബുജാക്ഷനെ നോക്കി. മധു ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നോ എന്തു ചെയ്യുന്നെന്നോ അയാൾ അറിയുന്നില്ല. അയാളുടെ മനസ്സിന്റെ സമനിലയാകെ തെറ്റിയിരിക്കുന്നു. എന്റെ ഈശ്വര! കാർത്തി നെഞ്ചത്തടിച്ചു. മക്കളെ രണ്ടുപേരെയും നെഞ്ചോട് ചേർത്ത് ഭാമ ഉറക്കെ പൊട്ടി തുറന്ന് കരഞ്ഞുപോയി. മധുവിനെ ഒരു മെന്റൽ ഡോക്ടറെ കൊണ്ട് വിശദമായി പരിശോധിപ്പിക്കുക. എന്നിട്ട് ചികിത്സ ആരംഭിക്കുക. മനസ്സിന്റെ സമനില പൂർണ്ണമായും നോർമലായിട്ട് കേസിനെ കുറിച്ച് പുനർവിചാരണ നടത്താം. ജഡ്ജി മേഘനാഥ മേനോന്റെ വിധി പ്രസ്താവന ഇത്തരത്തിലായിരുന്നു. എന്താടാ നിനക്ക് പറ്റിയത്? പ്രതിക്കൂട്ടിൽ നിന്നിറങ്ങുമ്പോൾ അംബുജാക്ഷൻ ചോദിച്ചുപോയി. അയാളിലും വേദന ഉറഞ്ഞു നിന്നു. മധു അംബുജാക്ഷന്റെ നേരെ നോക്കി. എന്നിട്ട് തലയാട്ടി. പ്രതിക്കൂട്ടിൽ നിന്ന് ചെയ്ത അതേപോലെ. കോടതി വരാന്തയിലേക്ക് ഇറങ്ങി വന്ന SI ജയറാമിന്റെ മുമ്പിലേക്ക് ഭാമ നീങ്ങി നിന്നു. എന്താ സാർ, നിങ്ങൾ മധുവേട്ടനെ എന്താ ചെയ്തത്? 2 ദിവസം കൊണ്ട് മധുവേട്ടനെ ഇത്തരത്തിലാക്കിയല്ലോ എന്റെ ഈശ്വര! അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ജയറാമിന് അമ്പരപ്പായിരുന്നു. ഇന്നലെ മധുവിനെ സൂസന്നയുടെ വീട്ടിൽ കൊണ്ടുപോയി. കൊന്നതെങ്ങനെയെന്നറിയണം. സൂസന്നയുടെ കഴുത്തിന് മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തണം. അതായിരുന്നു ഉദ്ദേശം. പക്ഷെ അവിടെ ചെന്നിട്ടും അയാൾ ഒരേ പല്ലവി തന്നെ. ഞാൻ കൊന്നിട്ടില്ല, ഞാനല്ല കൊന്നത്. തെളിവെടുപ്പും അന്വേഷണവും വ്യഥാവിലായി. തിരികെ വന്നപ്പോൾ മുതൽ മധു ഒരക്ഷരവും സംസാരിച്ചിട്ടില്ല. ഒരാഹാരവും കഴിച്ചിട്ടില്ല. ഒരേ ഇരിപ്പ്, ഒരേ നോട്ടം. ഇന്ന് കോടതിയിലേക്ക് പോകാൻ വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോന്നു. പോകുന്ന വഴിക്ക് വണ്ടിയിൽ വെച്ച് അംബുജാക്ഷൻ എന്തൊക്കെയോ ചോദിച്ചു. മധു മറുപടി ഒന്നും പറഞ്ഞില്ല. മനപ്രയാസം കൊണ്ടോ പിണക്കം കൊണ്ടോ ആവുമെന്നാണ് അംബുജാക്ഷനും കരുതിയത്. പക്ഷേ ഇത് അംബുജാക്ഷൻ അഡ്വക്കേറ്റ് ശിവരാജിന്റെ മുമ്പിൽ അന്താളിപ്പോടെ നിന്നു. ഒപ്പം ഭാമയും. കോടതി വിധിക്കപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാനാവില്ല. മധുവിനെ നല്ലൊരു ഡോക്ടറെ കാട്ടേണ്ടത് ഇപ്പോൾ അഡ്വക്കേറ്റായ എന്റെ ചുമതലയാണ്.
ഭാമ നടുക്കം കൊണ്ട് മിഴിച്ച പടി നിൽക്കുകയാണ്. കാർത്തിയും പെൺമക്കളും ബോധം നശിച്ച മട്ടിലും. മെഡിക്കൽ കോളേജിലേക്കാണ് മധുവിനെ കൊണ്ടുപോയത്. മധുവിന്റെ കേസ് അപ്പാടെ ഡോക്ടർ പോൾ ബാബു പഠിച്ചു. അയാളെ പരിശോധനകൾക്കെല്ലാം വിധേയനാക്കുകയും ചെയ്തു. ഡോക്ടർ ഡ്യൂട്ടി റൂമിലേക്ക് മടങ്ങി വന്നപ്പോൾ അഡ്വക്കേറ്റ് ശിവരാജനും അംബുജാക്ഷനും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹൃദയ നൊമ്പരത്തോടെ ഭാമയും. ഇയാളാണ് ആ സ്ത്രീയെ കൊന്നത് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു, ഡോക്ടർ പോൾ ബാബു പറഞ്ഞു. ഭാമ നടുങ്ങിപ്പോയി. നെഞ്ചിലേക്ക് ഒരു വാൾ പിടിവരെ തറഞ്ഞു കയറിയതുപോലെ. കൊല്ലാൻ വേണ്ടി ചെയ്തതാവില്ല, പെട്ടെന്നുണ്ടായൊരു പ്രകോപനം. ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഷോക്കായി. അതാവാം ഈ മെന്റൽ പ്രോബ്ലത്തിന്റെ ബേസിക് പോയിന്റ്, ഡോക്ടർ തുടർന്നു. സാരമില്ല, 2-3 മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ശരിയാക്കാനാവുന്നതേ ഉള്ളൂ. അഡ്മിറ്റ് ആക്കിയേക്കാം. തൻ്റെ ഭർത്താവിനെ ഭ്രാന്ത ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുക. ഭാമയ്ക്ക് തല കറങ്ങിപ്പോയി. കൊലക്കേസ് പ്രതികൾക്കുള്ള പ്രത്യേകം സെല്ലിലാണ് മധുവിനെ അഡ്മിറ്റ് ചെയ്തത്. ഈ ലോകത്ത് നടക്കുന്നതൊന്നും മധു അറിയുന്നുണ്ടായിരുന്നില്ല. മുഖത്ത് ഒരേ വികാരം, കൃഷ്ണമണികളുടെ ചലനം നിന്നതുപോലെ ഒരേ നോട്ടം, ഒരേ ഇരിപ്പ്. കിടത്തിയാൽ കിടക്കും, വായിൽ വെച്ച് കൊടുത്താൽ ആഹാരം കഴിക്കും. ഒരു മരപ്പാവ. അയാളെ ശുശ്രൂഷിക്കുമ്പോൾ ഭാമ ആഗ്രഹിച്ചു പോയി, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യപ്പെട്ട് ബഹളം വെക്കുന്ന പഴയ ആൾ തന്നെ ആയെങ്കിലെന്നു. എത്ര നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു മധുവിൻ്റെ ഓഫീസർ രഘുനന്ദനൻ സാർ പറഞ്ഞു. മണികണ്ഠനാണ് മുമ്പിൽ. ഒക്കേക്കും കാരണം ആ സൂസന്ന സാർ ആയിരുന്നു സാറേ. ഒരു തരം നോട്ടവും ചിരിയും. ആണുങ്ങൾ എത്ര നാളാ പിടിച്ചു നിൽക്കുന്നേ, അയാൾ പറഞ്ഞു. എന്നിട്ട് ആ നോട്ടവും ചിരിയും താനും ഞാനും ചെറിയാനും ഒക്കെ എന്താണോ കാണാഞ്ഞത്, രഘുനന്ദനൻ സാർ ചോദിച്ചു. അത് പിന്നെ എടോ, ലോകത്ത് പലതും ഉണ്ടാകും, മുമ്പിൽ പലതും എത്തും. പക്ഷേ നമ്മൾ കാണേണ്ടതേ കാണാവൂ, എടുക്കേണ്ടതേ എടുക്കാവൂ, അറിയൂ. അത് ശരിയാ സാർ, മണികണ്ഠൻ സമ്മതിച്ചു. പിന്നെ സഹതപിച്ചു. പാവം മധു സാർ, ഭാര്യയും 2 പീക്കിരി കൊച്ചുങ്ങളും ഉണ്ട്. കെട്ടിക്കാറായൊരു പെങ്ങളുണ്ട്. എങ്ങനെ ആ വീട് പുലരുവോ ആവോ. നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അയാൾ മരിച്ചു പോവുകയായിരുന്നെങ്കിൽ സർവീസ് ആനുകൂല്യങ്ങളെങ്കിലും നമുക്ക് കൊടുക്കാമായിരുന്നു. ചാകാത്തിടത്തോളം നാൾ അതുമില്ല, ശമ്പളവും ഇല്ല. കഷ്ടം. അതെ, വളരെ കഷ്ടം തന്നെയായിരുന്നു ആ വീട്ടിലെ സ്ഥിതി. കാർത്തി ആകെ വിഷമിച്ചു. വീട്ടു ചെലവിന് പോലും പണമില്ലാതായി. ഒരിക്കലും കാർത്തിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഭർത്താവ് ഉണ്ടായിരുന്നപ്പോഴും സുഖമായിട്ടാണ് കഴിഞ്ഞത്. 6 മക്കളെ പോറ്റേണ്ടി വന്നിട്ടും ഒരു നേരം പോലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴതല്ല, പെൺമക്കളെല്ലാവരും വീട്ടിലുണ്ട്. ഒന്നും അറിയാത്ത 2 കുഞ്ഞുങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ മകനും അവനെ ശുശ്രൂഷിച്ച് കഴിയുന്ന ഭാമയുണ്ട്. ഇത്രയും പേർക്ക് ആഹാരം കഴിക്കണ്ടേ? മധുവിൻ്റെ ശമ്പളമാണ് എല്ലാറ്റിനും ആധാരമായിട്ടുള്ളത്. ഇനിയോ? അംബുജാക്ഷൻ ഇടയ്ക്ക് വന്നപ്പോൾ ചെറിയടത്തെ അവസ്ഥ വളരെ മോശമാണെന്ന് കണ്ടു. അയാൾ കയ്യിലുണ്ടായിരുന്ന 500 രൂപ കൊടുത്തു. മറ്റൊരു ഉപകാരം കൂടി അയാൾ ചെയ്തു. കൃഷ്ണമ്മയെ കൂട്ടിക്കൊണ്ടാണ് പോയത്. ഇടയ്ക്ക് മറ്റു 3 പെൺമക്കളുടെയും ഭർത്താക്കന്മാരെത്തി. 3 പേരെയും ആവശ്യത്തിലധികം ശകാരിച്ചു. കാർത്തിയെ കുറ്റപ്പെടുത്തി ബഹളം വെച്ചു. പിന്നെ ഏതോ വലിയ ഔദാര്യമോ മഹാകാര്യമോ ചെയ്യുന്ന മട്ടിൽ അവരവരുടെ ഭാര്യമാരെയും വിളിച്ച് സ്ഥലം വിട്ടു. കണ്ണിൽ നോക്കിയിരിക്കാൻ ഇപ്പോൾ കാർത്തിയും ജ്യോതിയും മാത്രം. എന്താ മോളെ നമ്മളിനി ചെയ്യുക? ഭാമ ഹോസ്പിറ്റലിൽ നിന്നെത്തിയപ്പോൾ കാർത്തി ചോദിച്ചു. അമ്മയുടെ മുഖത്തെ അവശതയും നിസ്സഹായതയും ഭാമയെ വല്ലാതെ തളർത്തി. കാർത്തി ഇങ്ങനൊരവസ്ഥയിൽ ഭാമ കണ്ടിട്ടേയില്ല. സഹോദരിമാരൊക്കെ അവരുടെ കഴിവിൻ്റെ പരമാവധി തന്നിട്ടാണ് പോയത്. പക്ഷെ ചെലവുകൾ വളരെയാണ്. ഒന്നുമാകില്ല. സ്ഥിരമായൊരു വരുമാനം ഉണ്ടാക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. പക്ഷെ എന്ത് വഴി? നമുക്കെന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്താലോ ഭാമേട്ടത്തി? ജ്യോതി ചോദിച്ചു. നമുക്കോ? നിന്നെ കൂടി ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? ഭാമ ജ്യോതിയെ നോക്കി. അതെ. അപ്പോൾ നിന്റെ പഠിപ്പോ? പഠിപ്പ് അതെങ്ങനെ നടക്കും ഭാമേട്ടത്തി? ഭാമ ജ്യോതിയെ തുറച്ചു നോക്കി. മുന്നോട്ട് പഠിക്കണമെന്നും പറഞ്ഞ് 3 ദിവസം സമരം ചെയ്ത് മുഴുപട്ടിണി ഇരുന്നവളാണ്. ഒരുപാട് പഠിക്കണം, ഒരു ജോലി കണ്ടെത്തണം, സ്വന്തം കാലിൽ നിൽക്കണം. അതൊക്കെയായിരുന്നു ഏട്ടത്തി എൻ്റെ ആഗ്രഹവും ലക്ഷ്യവും. പക്ഷേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജ്യോതിയുടെ കണ്ണുകൾ തുളുമ്പി തൂകി. ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും ശപിച്ചിട്ടാണെങ്കിലും പണം തരുന്ന ആളിപ്പോൾ. ബാക്കി പറയാൻ ജ്യോതിക്ക് കഴിഞ്ഞില്ല. ജ്യോതിയുടെ കൂടെ കരയാനേ ഭാമയ്ക്കും കഴിഞ്ഞുള്ളൂ. അച്ഛൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് പണം ചോദിച്ചാൽ തരുമായിരിക്കും. എത്രയായാലും അച്ഛനല്ലേ, തൻ്റെ സങ്കടം കണ്ടാ തരും. പക്ഷെ വേണ്ട, ഭാമ തീരുമാനിച്ചു. അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ചാണ് പോന്നത്. ധിക്കരിച്ചാൽ ഇങ്ങനെ ഒരു മകൾ ഇനി ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞു. അത് സമ്മതിച്ചാണ് ഇറങ്ങിപ്പോന്നത്.
പിന്നെ എന്തിനു താൻ തിരിച്ചു ചെല്ലണം? പക്ഷേ എങ്ങനെയും മുമ്പോട്ട് പോകണം. മധുവേട്ടനെ ചികിത്സിക്കണം, കേസ് നടത്തണം, കുടുംബം നോക്കണം. അതിനുള്ളൊരു വഴി കണ്ടെത്തിയേ തീരൂ. ഇത്തിരി കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമ്പോഴും ഭാമയുടെ ചിന്ത അതുമാത്രമായിരുന്നു. ബസ്സിലിരിക്കുമ്പോഴും ഭാമയുടെ മനസ്സ് അതിനുള്ള വഴികൾ തേടുകയായിരുന്നു. അതിനിടയിലാണവൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത് സ്കൂൾ വിട്ട് ഇറങ്ങി വരുന്ന കുട്ടികൾ. അവർക്കിടയിലതാ ഭാമ കണ്ടക്ടറോട് ആവശ്യപ്പെട്ട് വണ്ടി നിർത്തിച്ചു. എന്നിട്ട് ഇറങ്ങി പിന്നോട്ടോടി. ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങുകയായിരുന്ന അബിയെ ഭാമ പിടിച്ചു നിർത്തി. മധുവേട്ടൻ സൂസന്നെ കൊല്ലുന്നത് കണ്ട ഏക മനുഷ്യജീവി. ഇവൻ ആ വീട്ടിലായിരുന്നില്ല, തകരയ്ക്കലായിരുന്നു താമസം, ജിമ്മിയുടെ കൂടെ. വീട്ടിൽ പോകാതെ പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഇവൻ സൂസന്നയുടെ മരണം കണ്ടു എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയുണ്ട്. സൂസന്നെ കൊന്നത് ജിമ്മിയാവാം, അബിയെ ഭീഷണിപ്പെടുത്തി അയാൾ സാക്ഷിയാക്കിയതാവാം. ഈശ്വര, അങ്ങനെ ആയിരിക്കണേ. ഭാമ അബിയെ സൂക്ഷിച്ചു നോക്കി. ഭാമയെ കണ്ടതും അബിയുടെ മുഖം ഒരു പൂ പോലെ വിടർന്നു. ടീച്ചറെ, ടീച്ചർ എവിടെ ആയിരുന്നു ഇതുവരെ? ഞാൻ ടീച്ചറെ സ്കൂളിലൊക്കെ തിരക്കി, കണ്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദിവസം ലീവിലായിരുന്നു അബി, അതാണ് മോൻ എന്നെ കാണാഞ്ഞത്. ഭാമ അപ്പോൾ തോന്നിയ കള്ളം പറഞ്ഞു. അബി അന്നത്തതിലും ക്ഷീണിച്ചു പോയിരുന്നു. കണ്ണുകൾ കുഴിഞ്ഞ് ഭയാക്രാന്തമായൊരു മുഖമായിരുന്നു അവന്. ആകട്ടെ, മോൻ എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഭാമ ചോദിച്ചു. ടീച്ചറിനെ കണ്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൻ്റെ സ്വരം താഴ്ന്നു. എന്താ? ഭാമ അവന് തലോടി. ആ തലോടലിലും അലിപോലുന്ന സ്വരത്തിലും സ്നേഹത്തിലും ഒക്കെ അബി താനെ അലിയുകയായിരുന്നു. പറയൂ അബി, എന്താ എന്നോട് പറയാനുള്ളത്? ടീച്ചർ പറഞ്ഞിട്ടാ ഞാൻ എൻ്റെ മമ്മിയുടെ കൂടെ അന്ന് വീട്ടിൽ പോയത്. ഭാമ നടുക്കത്തോടെ അവനെ നോക്കി. അപ്പോൾ ഇവനെന്ന് വീട്ടിൽ പോയിരുന്നു? അപ്പോൾ മധുവേട്ടൻ കൊന്നു പറഞ്ഞത് സത്യമാണോ ഈശ്വര? ഭാമയുടെ ദേഹം വിറയ്ക്കാൻ തുടങ്ങി. കൊന്നു കൊന്നു എന്ന് പോലീസും കോടതിയും പറഞ്ഞിട്ടും ഭാമ ഈ നിമിഷം വരെ അത് വിശ്വസിച്ചിരുന്നില്ല. ഇനി ടീച്ചർ പറഞ്ഞത് ശരിയായിരുന്നു. ഞാൻ ചെന്നപ്പോഴേ മമ്മി അയാളെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു. പിന്നെ പിന്നെ എപ്പോഴാണ് അയാൾ അബിയുടെ മമ്മിയെ കൊന്നത്? അബി ഞെട്ടി. അബി കണ്ടെന്നും പോലീസിൽ പറഞ്ഞെന്നൊക്കെ പത്രത്തിൽ വായിച്ചു. അബി ഭാമയെ തുറച്ചു നോക്കി. അവൻ്റെ കുഞ്ഞു മിഴികളിൽ ഒരു വിഹ്വലത പടർന്നു. മോൻ മിടുക്കനാ, ധൈര്യശാലിയാ. തൻ്റെ നെഞ്ചു പതർന്നത് മറച്ച് ഭാമ അബിയെ വീണ്ടും തലോടി. മമ്മിയുടെ കൊലപാതകയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തല്ലോ. അബിയുടെ മുഖം ഒന്ന് വിളറി. എങ്ങനെയാ അയാൾ മോൻ്റെ മമ്മിയെ കൊന്നത്? കുത്തിയിട്ടാണോ അതോ വെട്ടിയിട്ടോ? പറ. ഭാമ ടീച്ചറോട് മോൻ സത്യമേ പറയൂന്ന് ടീച്ചറിനറിയാം. അബി വിയർക്കാൻ തുടങ്ങി. മോൻ അയാളെ ചൂണ്ടിക്കാണിച്ചതോടെ പോലീസ് അയാളെ ഒരുപാട് ഉപദ്രവിച്ചു. അയാൾ ഇപ്പൊ ഭ്രാന്തായിട്ട് ആശുപത്രിയില്ല. ഭാമയ്ക്ക് സ്വരം തെല്ല് പതറിപ്പോയി. സത്യമാണോ ടീച്ചറെ? അബിയിൽ ഒരു വിങ്ങലുണ്ടായി. അബി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ മനുഷ്യൻ ആരാണെന്ന് അബിക്ക് അറിയാവോ? എന്റെ ഭർത്താവാ. അയ്യോ! അബി നിലവിളിച്ചു പോയി. നുണ! ടീച്ചർ നുണ പറയും. അല്ല, ഇതാ എന്റെ കയ്യിലിരിക്കുന്ന പാത്രം കണ്ടോ? ഭാമ പാത്രം തുറന്നു കാണിച്ചു. കഞ്ഞിയും ചമ്മന്തിയാ. ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്ന ആ മനുഷ്യന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ഒരാളെ കൊന്നതല്ലേ? കോടതിയും പോലീസും ഒക്കെ ശിക്ഷിച്ചിരിക്കുവോ മോനെ? എന്റെ ഭർത്താവിനെ ഭ്രാന്ത് മാറിയിട്ട് തൂക്കിക്കൊല്ലുമെന്നാ പറയുന്നേ. ഭാമ തേങ്ങിപ്പോയി. അബിയുടെ അന്തരംഗം അലകടലായി. ഒന്നിളകി മറിഞ്ഞു. സങ്കടം മുഖത്ത് തിങ്ങി. അവൻ ഭാമയുടെ മുഖത്തേക്ക് ആന്തലോടെ ഒന്ന് നോക്കി. ടീച്ചറെ! പിന്നെ ഒറ്റ പൊട്ടിക്കരച്ചു. എന്താ മോനെ? അയാളെ തൂക്കിക്കൊല്ലണ്ട ടീച്ചറെ. അതെന്താ? എൻ്റെ മമ്മിയെ കൊന്നത് അയാളല്ല ടീച്ചറെ. വെമ്മി പൊട്ടുകയാണ് അബി. പിന്നെ ആര്? ഭാമ ഉദ്വേഗത്തോടെ അബിയെ നോക്കി. അബി, മോൻ പറയൂ. ഭാമ അബിയുടെ തോളിൽ കൈവച്ചു. മുഖം പിടിച്ചുയർത്തി. ആരാണ് മോൻ്റെ മമ്മിയെ കൊന്നത്? അയാളല്ലെന്ന് പറഞ്ഞില്ലേ? ടീച്ചർ ചെന്ന് പോലീസിനോട് പറഞ്ഞാൽ മതി അയാളല്ലെന്ന്. അപ്പോൾ അയാളെ വെറുതെ വിട്ടോളൂ. എങ്കിൽ പിന്നെ അബി എന്തിനാ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്? അയാൾ വന്നതുകൊണ്ടാ എൻ്റെ മമ്മി ചീത്തയായത്. അബിയുടെ മുഖം കത്തിപ്പടർന്നു. അമ്മാമ്മയും ലിസി കുഞ്ഞമ്മയും ഒക്കെ അങ്ങനെയാ പറഞ്ഞത്. അയാളോട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അയാളെ പോലീസ് പിടിക്കട്ടെ, ഇടിക്കട്ടെ, കൊല്ലട്ടെ. അബി വീറോടെ പറഞ്ഞു. അയാൾ കാരണമാ എൻ്റെ മമ്മിക്ക് എന്നോട് സ്നേഹമില്ലാതായ. ലിസി കുഞ്ഞമ്മ എന്നെ പട്ടിണിക്കിട്ടതും തല്ലിയതും ഒക്കെ അയാൾ വന്നതുകൊണ്ടല്ലേ? അബിയുടെ മുഖം സങ്കടത്താൽ വിതുമ്പി. ഒക്കെ ശരിയാ, എന്നാലും കുറ്റം ചെയ്യാത്ത ആളെ കുറ്റം ചെയ്തെന്നും പറഞ്ഞ് പോലീസിൽ കൊടുത്താൽ ദൈവം നമ്മളോട് പൊറുക്കുവോ അബി? അബി നിശബ്ദം ഭാമയെ നോക്കി. അയാളാണ് മോൻ്റെ മമ്മിയെ കൊന്നതെന്നും പറഞ്ഞ് കോടതി അയാളെ തൂക്കിക്കൊന്നാലോ? അബിയുടെ കണ്ണുകളിൽ പതർച്ചയുണ്ടായി. അതുകൊണ്ട് മോൻ സത്യം പറയും. ആരാ അബിയുടെ മമ്മിയെ കൊന്നത്? ജിമ്മിയാണോ? അബിയുടെ കണ്ണുകൾ വല്ലാതൊന്ന് മിഴിഞ്ഞു.
അതിൽ ചുവപ്പ് പടർന്നു. കുറ്റം ചെയ്തവനല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത്? പറയും മോനെ, ജിമ്മി അല്ലേ കൊന്നത്? അബി ഭാമയുടെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ തുറച്ചു നോക്കിക്കൊണ്ട് പിന്നോട്ട് ചുവടുകൾ വെച്ചു. മോനെ നിൽക്ക്, ടീച്ചറോട് സത്യം പറയും മോനെ, പോകല്ലേ. ഭാമ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി. അബി നിൽക്ക്. അവൾ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. അബി പക്ഷി നിന്നില്ല. തിരിഞ്ഞ് ഒറ്റ ഓട്ടം. ബസ് സ്റ്റോപ്പും കടന്ന് നിൽക്കാതെ അവൻ ഓടി. ഭാമ ശ്വാസം പിടിച്ച് ഒരു നിമിഷം നിന്നു. എന്നിട്ടും താൻ വന്ന വഴിക്കുള്ള വണ്ടിയിൽ കയറാതെ തിരിച്ചു പോകുന്ന വണ്ടിയിൽ കയറി. അവൾ ചെന്നിറങ്ങിയത് പോലീസ് സ്റ്റേഷനിൽ. അവിടെ അംബുജാക്ഷൻ ഉണ്ടായിരുന്നു, ഉള്ളിൽ ജയറാമും. ഭാമ വിയർത്തും കിതച്ചും അവൾക്ക് മുമ്പിൽ നിന്നു. സാർ, എൻ്റെ മധുവേട്ടനല്ല കൊലയാളി. സൂസനെ കൊന്നത് മധുവേട്ടനല്ല, ഭാമ പറഞ്ഞു. എന്നാര് പറഞ്ഞു? അബി. അബിയോ? അബിയെ മുമ്പ് പരിചയപ്പെട്ടിരുന്ന കാര്യവും ഇന്ന് കണ്ട കാര്യവും ഒക്കെ പറഞ്ഞു. അവൻ നിങ്ങളോട് കള്ളം പറഞ്ഞതാവും. ജയറാമിന്റെ നെറ്റി ചുളിഞ്ഞു. അല്ല സർ, അവൻ കള്ളം പറഞ്ഞതല്ല, അവൻ സാറിനോട് പറഞ്ഞതാണ് കള്ളം. ജയറാം ഒന്ന് ആലോചിച്ചു. ശരി, പയ്യനെ നമുക്കൊന്ന് പൊക്കാം. ജയറാമും അംബുജാക്ഷനും കൂടിയാണ് അബി അന്വേഷിച്ച് തകരക്കിലെത്തിയത്. സൂസന്നയുടെ മരണത്തോടെ അവിടെ ആരുമില്ലാത്തതിനാൽ അബിയെ കുഞ്ഞന്നാമ്മ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നു. ജയറാമും അംബുജാക്ഷനും ചെല്ലുമ്പോൾ വൈകുന്നേരം 5:30 കഴിഞ്ഞിരുന്നു. ലിസി പുറത്തുനിന്ന് തൊടിയിൽ നിന്നെടുത്ത വിറകും മറ്റും അടുക്കി കെട്ടി വെക്കുകയാണ്. പോലീസുകാരെ കണ്ടത് ലിസിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പോലീസിന് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയമില്ല, ലിസി പിറുപിറുത്തു. ജയറാം ലിസിയുടെ ഇഷ്ടപ്പെടാത്ത മുഖഭാവം ശ്രദ്ധിച്ചു. അബിയെ വിളിക്കൂ, ജയറാം ഗൗരവത്തിൽ പറഞ്ഞു. ലിസി വിറകും മറ്റും താഴെയിട്ട് 1-2 അടി മുന്നോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ചെക്കൻ ഇവിടെ ഇല്ല സാറേ. എവിടെ പോയി? അംബുജാക്ഷൻ ചോദിച്ചു. രാവിലെ പോയതാ, സ്കൂളിലോട്ടായിരിക്കും. സ്കൂളിൽ പോയിട്ട് വന്നില്ലേ? സമയം 5:30 കഴിഞ്ഞല്ലോ. കൊള്ളാ സാറേ, ആ ചെക്കൻ മണിക്കണക്കിനല്ല വരുന്നതും പോകുന്നതും. അല്ല, തള്ള തടി വഴിയാണെങ്കിൽ പിള്ള ഇലച്ചീല് വഴിയെന്ന് കേട്ടിട്ടില്ലേ സാറേ? ജയറാമും അംബുജാക്ഷനും പരസ്പരം നോക്കി. അവർ ഗേറ്റിങ്കിലേക്ക് നീങ്ങി നിന്നു. ഈ സൈസിൻ്റെ ഒക്കെ കൂടെ കഴിയുന്ന കുട്ടികൾ ഇലച്ചീല് വഴി ആയില്ലേ, മുള്ളു വഴി ആയാലും തത്തിപ്പിടിച്ച് കയറും. അംബുജാക്ഷൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇരുവരും അബി വരാൻ കാത്തു നിന്നു. അല്പസമയം നിന്നിട്ട് അംബുജാക്ഷനെ ചുമതല ഏൽപ്പിച്ച് ജയറാം സ്റ്റേഷനിലേക്ക് പോയി. ഈ ചെറുക്കൻ എവിടെ പോയി? കാണുന്നില്ലല്ലോ. സന്ധ്യ ആയതോടെ കുഞ്ഞന്നാമ്മ അന്വേഷിച്ചിറങ്ങി. ജിമ്മി വന്നപ്പോൾ 7:30 അബി അപ്പോഴും വന്നിട്ടില്ല. അയ്യോ, പിന്നെ ചെക്കൻ എവിടെ പോയി? എൻ്റെ കർത്താവേ, കുഞ്ഞന്നാമ്മ നെഞ്ചത്തടിച്ചു. ജിമ്മി അന്വേഷിച്ചിറങ്ങി. കുഞ്ഞന്നാമ്മ ലിസിക്ക് നേരെ ചീറി. നീ ഒറ്റ ഒരുത്തിയാ അവനെ ഓടിച്ചത്. ഞാൻ എന്തോ വിളിച്ചു? ലിസിക്ക് ആ പറച്ചിൽ ഇഷ്ടമായില്ല. ഏത് സമയത്ത് നീ അതിനെ ചീത്ത വിളിച്ചു, കണ്ടമാനം തല്ലി, ആഹാരം പോലും കൊടുക്കാതെ അതിനെ ഇട്ട് പൊരിച്ചു. ആ കണക്കായിപ്പോയി. അവന്റെ തന്തയും തള്ളയും കൊണ്ടുവന്നിരുന്ന ശമ്പളമൊന്നും ഞാൻ വാങ്ങിച്ചെടുത്തിട്ടില്ലല്ലോ. ഊവോ? ലിസി പുച്ഛത്തോടെ തിരിച്ചടിച്ചു. പാതിരാത്രിയായിട്ടും അബിയെ കാണാതായപ്പോൾ അംബുജാക്ഷൻ തിരികെ സ്റ്റേഷനിലെത്തി. സാർ, ഭാമ പറഞ്ഞത് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അയാൾ ജയറാമിനോട് പറഞ്ഞു. ഭാമയോട് സത്യം പറഞ്ഞു പോയതിന്റെ വെപ്രാളത്തിൽ ചെറുക്കൻ എങ്ങോട്ടോ സ്ഥലം വിട്ടതാണ്. നമ്മളോട് അവൻ കള്ളമല്ലേ പറഞ്ഞത്? ആ പേടി കാണും, അതാണ് ആ കൊച്ചൻ കള്ളം പറഞ്ഞത്. ഏതായാലും അവൻ മുങ്ങിയില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അംബുജാക്ഷനും അതറിയായിരുന്നു. പയ്യനെ കിട്ടാതെ ഒന്നും പറ്റില്ല. ജിമ്മി അവനെ ഒളിപ്പിച്ചതാണോ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എന്നും കൊലക്കുറ്റം മധുവിന്റെ ചുമലിലായിരിക്കും. അബിയെ കാണാനില്ല. ആ വാർത്ത കേട്ടതും ഭാമ സ്തബ്ധയായി പോയി. തൻ്റെ കൈവിരൽ തുമ്പിൽ നിന്ന് ഊർന്നു പോവുകയായിരുന്നു അവൻ. ഇനി എന്തു ചെയ്യും? ഭാമയ്ക്ക് വല്ലാതെ സങ്കടം തെങ്ങി. നമ്മൾ എന്ത് ചെയ്യും ഏട്ടത്തി? ജ്യോതി അരികിൽ വന്നു. കാർത്തിയും. മധുവല്ല കൊലയാളിയെന്ന് ഭാമ വന്ന് പറഞ്ഞതോടെ ആശ്വാസത്തോടെ ഇരിക്കുകയായിരുന്നു ഇരുവരും. പക്ഷേ ഏക തെളിവായ പയ്യൻ ഒളിച്ചോടി പോയെങ്കിൽ ഇനി എങ്ങനെ മധുവിന്റെ നിരപരാധിത്വം തെളിയിക്കും? അതിനേക്കാൾ വലുതായി അവരെ അലട്ടുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, പണം. മധുവിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന സ്വർണം വിറ്റതാണ്. ജാമ്യത്തിലെത്താതെ തന്നെ മധു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ സ്വർണം വിറ്റ പണം ഭാമ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ അതിൽ നിന്നും കുറേശ്ശെ എടുത്താണ് കാര്യങ്ങൾ നടത്തുന്നതും. പക്ഷേ അങ്ങനെ എടുത്താൽ ആ പണം അതിവേഗം തീരും. പിന്നെയോ വിൽക്കാനോ പണയം വെക്കാനോ സ്വർണം പോലും ഇല്ലതാനും. ഉള്ള പണം എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ ഏട്ടത്തി? ജ്യോതി ഭാമയുടെ മുഖത്തേക്ക് നോക്കി. എന്തെങ്കിലും ചില്ലറ ബിസിനസ്സോ കച്ചവടമോ എന്തെങ്കിലും ചെയ്യണം ജ്യോതി. ഞാനും അതാണ് ആലോചിക്കുന്നത്. പക്ഷെ നീ വേണ്ട, നീ പഠനം തുടരുക. ഞാൻ എന്തെങ്കിലും ചെയ്യാമോ എന്ന് നോക്കട്ടെ. വേണ്ട ഏട്ടത്തി, ഇനി പഠനം വേണ്ട, ജ്യോതി പറഞ്ഞു.
മധുവേട്ടൻ രോഗം പുറത്തു വരാതെ ഇനി പഠനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേയില്ല. പെണ്ണായി ജനിച്ചു പോയതുകൊണ്ട് ഏട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ലായിരിക്കും. ഞാനൊരു ശല്യമായിരുന്നു എന്നും ഏട്ടന്. പക്ഷേ എനിക്ക് തിരിച്ചങ്ങനെയല്ല. എൻ്റെ ഒരേ ഒരു ഏട്ടനാണ്. അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടിരുന്നതും. ഏട്ടൻ എത്രയേറെ ഒരു ദുരന്തത്തിൽ അകപ്പെട്ട് ഈ ലോകത്തുള്ള ഒന്നിനെയും തിരിച്ചറിയാതെ കിടക്കുമ്പോൾ എനിക്ക് പഠനം വേണ്ട ഏട്ടത്തി. ജ്യോതി വിങ്ങി പൊട്ടിപ്പോയി. കാർത്തിയും മകളോടൊത്തിരുന്ന് കരഞ്ഞു. എങ്ങനെയും കുറെ പണം ഉണ്ടാക്കണം. മധുവേട്ടനെ രോഗത്തിൽ നിന്നും ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണം. അതാണ് നമ്മളിനി ചെയ്യേണ്ടത്. എന്താണ് നിന്റെ പ്ലാൻ? ഭാമ ചോദിച്ചു. ബാങ്കിൽ നിന്നും പണം എടുക്കുക, കവലയിൽ ഒരു കട തുറക്കുക, ബേക്കറിയോ പലചരക്ക് കടയോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഗാർമെന്റ്സോ എന്തെങ്കിലും. ഞാനത് നോക്കി നടത്താം. ഏട്ടത്തി അമ്മയും കുഞ്ഞുങ്ങളെ ഏട്ടനെ നോക്കുക. എന്താ? നിനക്ക് തന്നെ കട നടത്താനാവുമോ ജ്യോതി? ഭാമ ചോദിച്ചു. അല്ലെങ്കിലും നിനക്കെന്തറിയാം? കാർത്തിയും ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല, അത് സത്യം, ജ്യോതി പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും ഒക്കെ നമ്മൾ അറിയേണ്ട സമയം ഇതല്ലേ. വീട്ടിലേക ഏണിംഗ് മെമ്പറാണ് ഹോസ്പിറ്റലിൽ. എന്തെങ്കിലും പണി ആരെങ്കിലും ചെയ്തേ മതിയാകും. എന്തെങ്കിലും ചെയ്തേ മതിയാകും. അത് ഭാമയ്ക്കും അറിയാം. മറ്റുള്ളവരൊക്കെ സഹായിച്ചാലും എത്ര നാൾ സഹായിക്കും? സഹായത്തിന് ഒരു പരിധിയില്ലേ. എന്ത് ചെയ്യണം? എങ്ങനെ പണം ഉണ്ടാക്കണം? ആലോചനയായി. റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ശരിയാകുമോ? പലചരക്ക് കട ശരിയാകുമോ? ഒരു ടെലിഫോൺ ബൂത്ത് ആയാലോ? ബേക്കറി നടത്തിയാലോ? ഒടുവിൽ തീരുമാനിച്ചു. ഒരു ബേക്കറി കടയും ടെലിഫോൺ ബൂത്തും ഒരുമിച്ചിടുക. രണ്ടും ഈ കവലയിൽ ഇല്ലാത്തതാണ്. ആലോചന നടക്കുമ്പോൾ ഒരു ദിവസം അംബുജാക്ഷൻ ക്ഷേമാന്വേഷണത്തിനെത്തി. അബിയെക്കുറിച്ച് വല്ല വിവരം ഉണ്ടോ ഏട്ടാ? ഭാമ ചോദിച്ചു. ഇതുവരെ ഇല്ല. ചെക്കൻ വല്ലയിടത്തും തെണ്ടി നടക്കുവാവും. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? കുറച്ച് കഴിയുമ്പോൾ താനെ തിരിച്ചു വരും. വന്നില്ലെങ്കിൽ അവനെ പൊക്കും. എത്ര നാൾ അവന് ഞങ്ങളെ വെട്ടിച്ച് നടക്കാനാവും? ആവോ, ഭാമയ്ക്കറിയില്ല. അബിയെ കണ്ടു കിട്ടിയാലേ സത്യം അറിയാനാവും. അത് ഭാമയ്ക്കറിയാം. ജ്യോതിയുടെയും ഭാമയുടെയും പുതിയ സംരംഭത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അംബുജാക്ഷന് താല്പര്യമായി. കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ് ചുമ്മാതിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ നേരെ കൈ നീട്ടാതെ സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കാനുള്ള ആ ശ്രമം അയാൾക്ക് നന്നേ ഇഷ്ടമായി. കവലയിൽ ഒരു കടമുറി തുടങ്ങാൻ നോക്കാനും വാടകയ്ക്ക് ഏർപ്പാടാക്കാനും അംബുജാക്ഷൻ മുന്നിൽ നിന്നു. സ്വയം തൊഴിൽ കണ്ടെത്തലെന്ന വകുപ്പിൽപ്പെടുത്തി ടെലിഫോൺ കണക്ഷനും കട മെച്ചപ്പെടുത്തുന്നതിനൊരു ലോണും സംഘടിപ്പിക്കാൻ അംബുജാക്ഷന് കഴിഞ്ഞു. കവലയിൽ പുതിയ ബേക്കറിയും അതിനുള്ളിൽ തന്നെ ടെലിഫോൺ ബൂത്തും തുടങ്ങി. ജ്യോതി കടക്കിട്ട പേര് മധൂസ് ബേക്കറി എന്നാണ്. അത് കണ്ടപ്പോൾ ഭാമയുടെ മനസ്സ് നിറഞ്ഞുപോയി. ഗ്രാമത്തിൽ കിട്ടാത്ത തരം പലഹാരങ്ങൾ ജ്യോതിയുടെ ബേക്കറിലെ ചില്ലലമാരകളിൽ നിറഞ്ഞു. മീറ്റ് റോളും എഗ് പപ്സും ഒക്കെ അവൾ വാങ്ങിവെച്ചു. എന്നാൽ അതിലേറെ വിപ്ലവകരമായ മാറ്റമാണ് കാർത്തിയും ഭാമയും കൂടി കൊണ്ടുവന്നത്. ഓരോ ദിവസവും അവർ ഓരോ പുതിയ തരം പലഹാരങ്ങൾ ഉണ്ടാക്കി. വീട്ടിൽ കഴിക്കുന്ന തരം പലഹാരങ്ങൾ. കുമ്പിളപ്പം, പുട്ട്, ഇടിയപ്പം, കൊഴക്കട്ട, ഇലയട. അതിരുചികരമായ പലഹാരങ്ങൾ മധൂസ് ബേക്കറിയുടെ മാത്രം പ്രത്യേകതയായി. അലൂമിനിയം ഫോയിൽ പേപ്പറിൽ ആവശ്യക്കാർക്കത് ഭംഗിയായി പാക്ക് ചെയ്ത് ജ്യോതി നൽകി. ഏറ്റവും പെട്ടെന്ന് വിറ്റഴിയുന്ന പലഹാരം അതായി. ഒരു ദിവസം തികയാതായി. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന ഭാമയ്ക്ക് രാവും പകലും വിശ്രമമില്ലാത്ത പണിയായി. കൂടുതൽ അളവിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി. വീട്ടുപണികൾ, 2 മുട്ടക്കുഞ്ഞുങ്ങളെ നോട്ടം. അതിനിടയിൽ പലഹാരമുണ്ടാക്കൽ. ഭാമ പക്ഷെ തളർന്നില്ല. കാർത്തിയും ഉത്സാഹത്തോടെ ഭാമയ്ക്കൊപ്പം നിന്നു. എല്ലാറ്റിനും. പണ്ട് കിടക്കപ്പായമേലിരുന്ന് കാപ്പി കൊണ്ടുപാടി എന്ന് കൽപ്പിച്ചിരുന്ന കാർത്തിയല്ല ഇന്നവർ. പ്രായോഗികമായി ചിന്തിക്കുന്ന, അധ്വാനിക്കുന്ന കാർത്തി. മകന്റെ രക്ഷയും ഉയർച്ചയുമാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാർ. 2 മാസത്തിനുള്ളിൽ തന്നെ കടയിൽ നിന്ന് വൻ തുക ലാഭം ഉണ്ടാക്കാൻ ചെറിയടത്തിയ 3 പെണ്ണുങ്ങൾക്കും കഴിഞ്ഞു. ഒരു സന്ധ്യയ്ക്ക് അംബുജാക്ഷൻ കടയിലെത്തി. കടയിൽ അപ്പോൾ ജ്യോതിയും ഭാമയുണ്ടായിരുന്നു. ആ പയ്യനെ കിട്ടി ഭാമേ. അബിയെ, അംബുജാക്ഷൻ പറഞ്ഞു. ജയറാം സാറ് ചോദ്യം ചെയ്തോണ്ടിരിക്കുക. എൻ്റെ ഈശ്വര, ഭാമയും ജ്യോതിയും നെഞ്ചിൽ കൈവച്ച് മേൽപോട്ട് നോക്കി. അബി എവിടെ നിന്നാണ് കിട്ടിയത്? ഭാമ ചോദിച്ചു. അതൊരു കഥയാണ്, അംബുജാക്ഷൻ പറഞ്ഞു. 2 മാസം കഴിഞ്ഞില്ലേ ചെക്കൻ പോയിട്ട്. വിശപ്പിനപ്പുറത്ത് കാര്യം വല്ലതുണ്ടോ? അവൻ്റെ കയ്യിൽ എവിടുന്നാ കാശ്? ചെക്കൻ മോഷ്ടിച്ചോ പണിയെടുത്തോ ഒക്കെ ഇത്രയും നാൾ കഴിഞ്ഞുകൂടി. കഴിഞ്ഞ ദിവസം മോഷണ ശ്രമത്തിനിടയിൽ തൃശ്ശൂരിൽ നിന്ന് പോലീസ് പിടികൂടി. അബി തൃശ്ശൂർ വരെ പോയോ? കള്ള ട്രെയിൻ കയറിയിട്ടുണ്ടാവും. ആ, ജയറാം സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഭാമേ കൂട്ടിക്കൊണ്ടിയല്ലേ. എന്താ ചേട്ടാ കാര്യം? തിരിച്ചും മറിച്ചും ഞങ്ങൾ ചോദിച്ചു. ചെക്കൻ ഇപ്പോഴും ആണയിട്ട് പറയുന്നത് പഴയ പല്ലവിയ. മധു തന്നെയാണ് കൊന്നതെന്ന്. എൻ്റെ ഈശ്വര, ഭാമ നെഞ്ചിൽ കൈവച്ചു. ഇപ്പോൾ ഭാമ പറഞ്ഞതാണോ ചെക്കൻ പറഞ്ഞതാണോ സത്യമെന്ന് ജയറാം സാറിന് കൺഫ്യൂഷൻ.
ഭാമയെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു. അതിനാണ് ഞാൻ വന്നത്. ഭാമ ധൃതിയിൽ അംബുജാക്ഷനോടൊപ്പം ഇറങ്ങി. ഞാനും വരുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ മൂവരും സ്റ്റേഷനിലേക്ക് തിരിച്ചു. അബി പഴയ പല്ലവി ആവർത്തിക്കാൻ തുടങ്ങിയതോടെ ജയറാം ആദ്യം ചെയ്തത് ജിമ്മിയെ പൊക്കുക എന്നതാണ്. മധുവാണ് കൊലയാളിയെന്ന് അബി പറഞ്ഞതോടെ സമാധാനമായി കഴിയുകയായിരുന്നു ജിമ്മി. അയാളെ പോലീസ് പിടികൂടിയത് തകരക്കൽ നിന്നാണ്. ജിമ്മിയെ കൊണ്ടുവന്ന് ജയറാം അബിക്ക് മുമ്പിൽ നിർത്തി. ജിമ്മി കണ്ടു അബിയെ. അവശനും ആർത്തനുമായൊരു കോലം. 2 മാസം ഇവൻ എവിടെയായിരുന്നു? തേടാത്ത സ്ഥലങ്ങളില്ല. ജയറാം അബിയെ ചൂണ്ടിക്കാട്ടിയിട്ട് കർക്കശ സ്വരത്തിൽ ചോദിച്ചു. ഇവനെ പേടിച്ചിട്ടാണ് അബി സത്യം പറയാൻ മടിക്കുന്നതെങ്കിൽ ഇനി പേടിക്കണ്ട. ഇവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. കൊന്നത് ഇവനാണെങ്കിൽ അബി അതിപ്പോൾ തുറന്നു പറഞ്ഞു. സർ, ആ സ്ത്രീയോട് അല്പം ദേഷ്യം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് എന്ന് കരുതി അവരെ കൊന്നത് ഞാനല്ല എന്ന് അന്നേ പറഞ്ഞതല്ലേ സർ? സത്യമാണ്. ആഹാ, ഇപ്പോൾ നീ സത്യം പറയുന്ന പുണ്യാളനാണല്ലോ, ജയറാം പറഞ്ഞു. ഇക്കാര്യത്തിൽ അതാണ് സർ സത്യം. ജയറാമിന് അത് വിശ്വാസമായില്ല. കാരണം അബിയുടെ മുഖത്ത് വല്ലാത്തൊരു പരവശതയുണ്ട്. എന്തോ കാര്യമായി അവൻ മറയ്ക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ജിമ്മിയുടെ പേര് പറയാനുള്ള മടി തന്നെയാണെന്ന് സ്പഷ്ടം. എങ്ങനെ ഇവരെ കൊണ്ട് സത്യം പറയിക്കണം? അതെങ്ങനെ? കൊച്ചുകുട്ടിയല്ലേ? ജയറാം കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് അംബുജാക്ഷന്റെ വരവ്. പിന്നാലെ ഭാമയും ജ്യോതിയും. ജ്യോതി വരാന്തയിൽ തന്നെ നിന്നു. ഭാമ അകത്തേക്ക് ചെന്നു. ഭാമയെ കണ്ടതോടെ അബി വല്ലാതൊന്ന് വിളറി. ജയറാം അബിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. അബി പറയുന്നതല്ല സത്യമെന്ന് അതോടെ ജയറാമിന് പൂർണ്ണമായും മനസ്സിലായി. അബി, ഭാമ വാത്സല്യം ഭാവിച്ച് അവന്റെ അടുത്തെത്തി തോളിൽ തഴുകി. എന്നിട്ട് ചോദിച്ചു, മോൻ എവിടായിരുന്നു ഇത്രയും നാള്? ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു? അബിക്ക് ഭാമയുടെ വാത്സല്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. അവന്റെ വിളറിയ മുഖത്ത് വേദന തെങ്ങി. കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ മോൻ ഒളിച്ചോടിയത്? ആരെങ്കിലും മോന് വയറു നിറയെ ആഹാരം തരാനുണ്ടായിരുന്നോ? അതോടെ അബി വെങ്ങി വിതുമ്പി കരഞ്ഞു. ഭാമ തന്റെ കയ്യിൽ കൊണ്ടുവന്നിരുന്ന ഇലയുടെ അവന് നൽകി. അവൻ അത് ആർത്തിയോടെ വാങ്ങി കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഭീതിയോടെ ജയറാമിനെ നോക്കി. സാർ ഒന്നും പറയില്ല അബി, മോൻ ഇത് കഴിച്ചോ? ഭാമ പറഞ്ഞു. അവൾ അവനെ തലോടി. അബി ആർത്തിയോടെ ഇലയുടെ നിവർത്തി അല്പം പൊട്ടിച്ച് ആർത്തിയോടെ വിഴുങ്ങി. സർ, അടയും പലഹാരവും ഒക്കെ കൊടുത്തവനെ സ്വാധീനിച്ചിട്ട് ഞാൻ കൊന്നതാണെന്ന് പറയിക്കാനാണോ സർ? ജിമ്മി അസഹ്യതയോടെ ചോദിച്ചു. നീയാണ് കൊന്നതെങ്കിൽ അതവൻ പറഞ്ഞിരിക്കും, ജയറാം പറഞ്ഞു. ഒരിക്കൽ അവൻ വഴുതിപ്പോയി. കുട്ടിയാണല്ലോ, സത്യമേ പറയൂ എന്ന് ഞാനും തെറ്റിദ്ധരിച്ചു. ഇനി പക്ഷേ സത്യം പറയാതെ ഇവനെ ഇവിടെ നിന്ന് പുറത്തു പോവില്ല. അബിയുടെ കയ്യിലിരുന്ന ഇലയുടെ ഒന്ന് വിറച്ചു. വായിൽ കിട്ടിയാട അവൻ വിഴുങ്ങി. പിന്നെ സ്തംഭിച്ചു നിന്നു. ഭാമ അവന്റെ മുന്നിൽ നിന്ന് കീണു. മോനെ അബി, ടീച്ചറിന്റെ ഭർത്താവിനെ രക്ഷിക്കണേ. അദ്ദേഹം അല്ല മോന്റെ മമ്മിയെ കൊന്നതെങ്കിൽ അതിപ്പോഴെങ്കിലും പറയണേ മോനെ. ഭാമയെ നോക്കുമ്പോഴേക്കും അബിക്ക് കണ്ണു നിറയാൻ തുടങ്ങും. ഈ സ്ത്രീയുടെ കരച്ചിൽ കണ്ട് നീ എന്റെ പേരെങ്ങാനും പറഞ്ഞാൽ. ആ, ജിമ്മി അബിയുടെ നേരെ നോക്കി ആക്രോശിച്ചു. തന്തേം തള്ളേം പോയിട്ടില്ലേ? അങ്ങോട്ട് പറഞ്ഞു വിടിഞ്ഞ്. എന്താടാ എന്താടാ? ജയറാം ജിമ്മിയുടെ കഴുത്തിന് പിടിച്ചു. സാറേ, ഇവൻ പറഞ്ഞാൽ പിന്നെ ഞാൻ കൊലയാളിയാ. എന്നാൽ പിന്നെ ഒന്നിലെ കൊന്നാലും ശിക്ഷ ഇരട്ടിക്കത്തില്ലല്ലോ. ഓഹോ, നീ തത്വജ്ഞാനം പറഞ്ഞ് ചെറുക്കനെ ഭീഷണിപ്പെടുത്തുന്നോടാ? അംബുജാക്ഷൻ അവനെ ലോക്കപ്പിനുള്ളിലേക്ക് തള്ളി. എന്നിട്ട് അബി കേൾക്കെ എന്നാൽ അടക്കം പറയുന്ന ഭാവത്തിൽ ജയറാമിനോട് പറഞ്ഞു. സാറേ, കൊച്ചല്ലേ, സത്യം പറയിക്കാൻ നമുക്ക് പതിവ് അടവൊന്നും വേണ്ട, മറ്റേ അടവെടുക്കാം. ഏത് സാറേ? പിള്ളേർക്കുള്ളത്. കയ്യിലെയും കാലിലെയും നഖം വലിച്ചു പറിച്ചെടുത്തിട്ട് മുളകരച്ച് തേക്കുന്ന പണിയേ. അതെ സാറേ, ഇത്തിരി മുളകിന്റെ നീറ്റിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെറുക്കൻ തുള്ളിക്കൊണ്ട് സത്യം പറയും. ആ, പോരെങ്കിൽ മുള്ളാണി കൂടി അങ്ങോട്ട് അടിച്ചു കേറ്റാ സാറേ. എന്നാൽ താൻ ആ പ്ലെയറിങ് എടുത്തോണ്ട് വാ. എന്നിട്ട് അവനെ അടുത്ത മുറിയിലേക്ക് കയറ്റി വാതിലടച്ചോ. ബാക്കി ഞാൻ ഏറ്റു. നഖം മുഴുവൻ പറിച്ചേക്കാം. ശരി സാറേ. അംബുജാക്ഷൻ പ്ലെയർ എടുക്കാൻ പോയി. ഒരു പ്ലെയറുമായി അംബുജാക്ഷൻ തിരികെ വന്നു. അബിയുടെ കൈയിന്മേൽ പിടിച്ചു. അയ്യോ ടീച്ചറെ! അബി അംബുജാക്ഷന്റെ കൈ കുതറി. വിടുവിച്ചുകൊണ്ട് ഭാമയെ കെട്ടിപ്പിടിച്ചു. എന്റെ നഖം പറിച്ച് മുളക് തേക്കണ്ട ടീച്ചറെ, മുള്ളാണിയും വെക്കണ്ട. ഭാമയ്ക്ക് അവന്റെ മെഴികളിലെ വിഹ്വലത കണ്ടപ്പോ വിഷമം തോന്നി. അംബുജാക്ഷൻ പക്ഷേ അബിയെ വീണ്ടും പിടിച്ചു വലിച്ചു. അയ്യോ ടീച്ചറെ, എന്നെ പിടിക്കണ്ടെന്ന് പറയേ, ഞാൻ സത്യം പറഞ്ഞോളാം ടീച്ചറെ, അബി ഉറക്കെ നിലവിളിച്ചു. അംബുജാക്ഷനും അബിയുടെ മുഖം പിടിച്ചുയർത്തി. പറയടാ സത്യം. ജയറാമു അടുത്തെത്തി. മോൻ സത്യം പറഞ്ഞു, ആരും പറിക്കില്ലെന്നകം, ഭാമ അലിവോടെ പറഞ്ഞു. അവിശ്വസനീയതയോടെയാണ് ഭാമയെ നോക്കിയത് അബി. ഭാമ പറഞ്ഞു, ഇല്ല, മോന്റെ ടീച്ചറല്ലേ പറയുന്നത്, നഖം പറിപ്പിക്കില്ല ഞാൻ.
പക്ഷെ സത്യം പറയണം ടീച്ചറിനോട്. ഞാൻ പറയാൻ ടീച്ചറെ. അബി വിമ്മി പൊട്ടിക്കരഞ്ഞു. ഭാമ ജയറാമിനെ നോക്കി. അയാൾ തലയാട്ടി സമ്മതം പോലെ. ലോക്കപ്പിനുള്ളിൽ കിടന്നിരുന്ന ജിമ്മിയും കേട്ടു അത്. എല്ലാം ശ്രദ്ധിച്ച് അതുവരെ സ്റ്റേഷന്റെ വരാന്തയിൽ നിന്നിരുന്ന ജ്യോതിയും ഒന്ന് ചെവി കൂർപ്പിച്ചു. അബി പറയുന്നത് എന്താണെന്നറിയാൻ. അവന്റെ നാവിൻ തുമ്പിലാണ് തന്റെ കുടുംബത്തിന്റെയും തന്റെയും ഒക്കെ ഭാവി തൂങ്ങുന്നതെന്ന് ജ്യോതിക്കറിയാം. പറയും മോനെ. ഭാമ അബിയുടെ മുഖം പിടിച്ചുയർത്തി നിർബന്ധിച്ചു. അബി ഭാമയുടെ മുഖത്തേക്ക് നോക്കി, മിഴികളിലേക്ക് നോക്കി. അവൻ അംബുജാക്ഷിനെയോ ജയറാമിനെയോ കാണുന്നില്ല. അവൻ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലുമല്ല, മറ്റെവിടെയോ. അവിടെ അവനും സ്നേഹവതിയായ അവന്റെ ഭാമ ടീച്ചറും മാത്രം. അലിവോലുന്ന മുഖം. ഇവിടെ തനിക്ക് അഭയം കിട്ടുമെന്ന് അബി വിശ്വസിക്കുന്നു. അവന്റെ ഓർമ്മകൾ ഭാമയുടെ മിഴികളിൽ തട്ടിത്തെറിച്ച് തന്റെ മമ്മിയുടെ മുഖം വരച്ചെടുക്കാൻ ശ്രമിച്ചു. തന്നെ ഓമന തിങ്കൾ കിടാവ് പാടി താരാട്ടിയ മമ്മി, ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും ഇഷ്ടപ്പെട്ട നെയ്യുരുളയും തന്ന മമ്മി, ഓരോ ദിവസവും ഒപ്പമിരുന്ന് ഗ്രഹപാഠം ചൊല്ലിത്തന്ന മമ്മി, തന്റെ ഓരോ വിജയങ്ങൾക്ക് മുമ്പിൽ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞിരുന്ന മമ്മി. എല്ലാം തകർത്തത് അയാൾ ഒറ്റയൊരുത്തനാണ്, മധുവെന്ന ആ ദുഷ്ടൻ. അബിക്കറിയാം. സൂസന്ന സ്കൂളിൽ നിന്നും അബിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം, അന്ന് വൈകുന്നേരം അടുക്കളയിൽ വെച്ച് സൂസന്ന മധുവിനോട് വഴക്കടിച്ചത്, തന്നെ മധു ഉപദ്രവിച്ചത്, സൂസന്ന അയാളെ പുറത്താക്കി വാതിലടച്ചത് ഒക്കെ അബി ഓർത്തു. അബിക്ക് അതോടെ ഉള്ളിൽ ആഹ്ലാദം നിറയുകയായിരുന്നു. ഇനി തനിക്ക് ഇവിടെ താമസിക്കാം, അമ്മാമ്മയുടെ ശകാരം കേൾക്കണ്ട, വയർ നിറയെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം. അതൊക്കെയായിരുന്നു അബിയുടെ സന്തോഷങ്ങൾ. പക്ഷേ സൂസന്ന നെഞ്ചുരുകുന്ന നൊമ്പരത്തോടെ കരയുകയായിരുന്നു. അത് കണ്ടതോടെ അബിക്കും തെല്ല് വിഷമമായി. എന്തിനാ മമ്മി കരയുന്നത്? അവൻ സൂസന്നയ്ക്കരികിൽ ചെന്ന് കണ്ണു തുടച്ചു. പറയേ, എന്തിനാ മമ്മി കരയുന്നത്? അയാൾ പോയല്ലോ മോനെ. സൂസന്ന തേങ്ങി. അയാൾ പൊയ്ക്കോട്ടെ, അമർന്ന സ്വരത്തിൽ അരിശത്തോടെ അബി പറഞ്ഞു. സൂസന്ന മകന്റെ മുഖത്തെ ഭാവം കണ്ട് അമ്പരന്നു. ആ നിമിഷത്തിലാണ് കോളിംഗ് ബെൽ കേട്ടത്. വാതിൽ തുറന്നത് അബിയാണ്. രോഷാകുലനായി മധു അബിയെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് കയറി. മുറ്റത്ത് മധുവിന്റെ വീട്ടുകാർ ആരുമില്ലെന്ന് അബിക്ക് മനസ്സിലായി. വീട്ടുകാരെ പറഞ്ഞു വിട്ടിട്ട് ഇയാൾ ഇനിയും ഇവിടെ താമസിക്കാൻ വന്നതാണോ? അബിക്ക് വെപ്രാളമായി. മധു ഓരോ മുറിയിലും സൂസന്നെ തപ്പി. അയാളുടെ രോഷം അനുനിമിഷം വർദ്ധിക്കുകയായിരുന്നു. അവസാനം കിച്ചണിലെത്തി. അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അടുപ്പത്ത് അവസാനമിട്ട ഉണ്ണിയപ്പം വെന്തു മൂത്ത് കരിയുന്നു. അപ്പോൾ മകൻ വരുന്നതുവരെ മതിയായിരുന്നു നിനക്കെന്നെ, അല്ലേടി? അത്യന്തൻ രോഷത്തോടെ മധു സൂസനയ്ക്ക് മുമ്പിൽ നിന്നു. ഞാനില്ലെങ്കിൽ മരിച്ചു കളയുമെന്ന് നീ പറഞ്ഞിട്ടല്ലേടി ഞാൻ എന്റെ കുടുംബം പോലും മറന്ന് ഇവിടെ വന്ന് നിന്നത്? കുടുംബത്തെ നിങ്ങൾ മറന്നെന്നാര് പറഞ്ഞു? കുടുംബത്തെ ഒന്നാകെ പിഴുത് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? അവരെന്നെ സൂചി മുനയിൽ നിർത്തി ശിക്ഷിച്ചിട്ടും നിങ്ങൾ കണ്ട് രസിച്ചതല്ലേ ഉള്ളൂ. ഒറ്റ അക്ഷരം എതിര് പറഞ്ഞില്ല എനിക്ക് വേണ്ടി. എന്റെ അമ്മ എനിക്ക് ജീവനാണ്. അമ്മ എന്തു പറഞ്ഞാലും എന്തു ചെയ്താലും ഞാൻ എതിര് പറയില്ല. അതൊക്കെ സഹിക്കാൻ ഭാമയ്ക്ക് കഴിയുമായിരിക്കും, എനിക്ക് പറ്റില്ല. അതേടി, ഭാമ എല്ലാം ക്ഷമിക്കും, സഹിക്കും. എന്റെ കൂടെ കഴിയണമെങ്കിൽ അങ്ങനെ തന്നെ വേണം. നിങ്ങളെ ഞാൻ സ്നേഹിച്ചു, വിശ്വസിച്ചു, എന്റെ മോനെ പോലും മറന്നു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്, സൂസന്ന പറഞ്ഞു. നീ ചെയ്തത് തെറ്റൊന്നുമല്ല. കൂടെ കഴിയാൻ ഭർത്താവിന്റെ സ്ഥാനത്ത് നിനക്കൊരു പുരുഷനെ വേണമായിരുന്നു, അല്ലേടി? നിങ്ങൾ അനാവശ്യം പറയരുത്. നിങ്ങൾ വരുന്നത് വരെ, ബലമായി എന്നെ കീഴടക്കുന്നത് വരെ എന്റെ റോയിച്ചായൻ മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. ചീ, മധു ആട്ടി. ഇപ്പോൾ ജിമ്മിയോടി. ഞാൻ വരുന്നതിന് മുമ്പ് അവനല്ലേ ഇവിടെ കയറി ഇറങ്ങിയിരുന്നത്? എനിക്കറിയാമടി. അതല്ലേ അവൻ എന്നോട് ഇത്ര ദേഷ്യവും പകയും. നിങ്ങൾ എന്തു പറഞ്ഞു? സൂസന്ന കണ്ണുകൾ സൂര്യഗോളങ്ങളായി. അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെ ഒരു പ്രതീകം പോലെ അവൾ മധുവിനെ കടന്നു പിടിച്ചു. എന്താ പറഞ്ഞത്? ഞാൻ ജിമ്മിയുടെ കൂടായിരുന്നോ? നിങ്ങൾ വരുന്നവരെ. നിങ്ങൾ വന്നപ്പോൾ അവന് ഞാൻ തഴഞ്ഞെന്നോ? അപ്പോൾ ഞാൻ ആരാണ്? താൻ ഈ വേശ്യ അല്ലേ? കൈയെടുക്കടി. മധു അമർഷത്തോടെ മുരണ്ടു. ഇല്ല, നിങ്ങളെ ഞാൻ വിടില്ല. എന്റെ കുഞ്ഞുമായി ഒതുങ്ങി കഴിഞ്ഞിരുന്നതാ ഞാൻ. നിങ്ങളാ എന്നെ ഇത്തരത്തിലാക്കിയത്. നിങ്ങളുടെ മുമ്പിൽ ഞാനും തോറ്റുപോയി. ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മധുവിനെ ശക്തമായി പിടിച്ചുലച്ചുകൊണ്ട് സൂസൻ ഒരു സിംഹിയെ പോലെ അലറി. പക്ഷേ ഇനി ഞാനൊരു ശരി ചെയ്യാൻ പോകുന്നു. എന്നെ വേശ്യയാക്കിയ നിങ്ങളിനി ജീവനോടെ ഇവിടെ നിന്ന് പോകണ്ട. കറിക്ക് നുറുക്കുന്ന മൂർച്ചയുള്ള കത്തി സിങ്കിന്റെ അടുത്തിരുന്നത് സൂസന്റെ കൈ എത്തിയെടുത്തു. എന്നിട്ട് ഭ്രാന്തമായൊരു നിലവിളി പോലെ കത്തി മധുവിന്റെ നെഞ്ചിന് നേരെ ഓങ്ങി. മമ്മി! കിച്ചന്റെ വാതിലിനപ്പുറത്ത് എല്ലാം കണ്ടു നിന്നിരുന്ന അബി നിലവിളിച്ചു. സൂസന്നെ ഞെട്ടിത്തിരിഞ്ഞു. ഒറ്റ നിമിഷം സൂസന്നയുടെ കയ്യിലിരുന്ന ഖടാരിക്കത്തി
മധു പിടിച്ചു വാങ്ങി. ഏട്ടത്തി എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.